ദൈവത്തെയോ പിശാചിനെയോ നന്മയോ തിന്മയോ മുമ്പിലുള്ള വഴികളെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. നാടൻ ഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, തലയിലെഴുത്ത്, തലവര, തലവിധി, വിധി എന്നൊക്കെ പറയുന്ന കാര്യം. ആ ശുഭകരമായ തീരത്ത് അഥവാ ആ സ്വർഗ തീരത്ത് ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവസഭയെ എവിടെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകും. സോ വാട്ട് ഡസ് പ്രീഡെസ്റ്റിനേഷൻ മീൻ? ദൈവത്തിൻ്റെ മുൻനിർണയം എന്നാൽ എന്ത്? ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തിനാണെന്നല്ലേ? കാരണം ഇതിൻ്റെ അവസാനം ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിനു മുമ്പുള്ള ചില പോഡ്കാസ്റ്റുകളിലൊക്കെ ചോദിച്ചു. പലർക്കും അത് പല സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലുള്ളവർക്ക് സമ്മാനങ്ങൾ ലഭിച്ചു. നിങ്ങൾക്കും കിട്ടുവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ഇന്നത്തെ പോഡ്കാസ്റ്റ് വാച്ച് ചെയ്യാൻ. പ്രധാന ഭാഗങ്ങൾ കുറിച്ച് വെക്കണം, കമൻറ്റ് സെക്ഷനിൽ ഇടണം. കാരണം അവസാനത്തെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി നൽകണമെങ്കിൽ ശ്രദ്ധിച്ച് ഇത് കാണുക. വെൽക്കം ടു ടുഡേയ്സ് സോളോ പോഡ്കാസ്റ്റ്. കഴിഞ്ഞ എപ്പിസോഡുകൾ എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ സോളോ പോഡ്കാസ്റ്റുകളിൽ, പ്രത്യേകിച്ച് ബ്ലെസ്സിങ് ടുഡേയിൽ നിറങ്ങുന്ന പോഡ്കാസ്റ്റുകളുടെ പ്രധാന ഉദ്ദേശം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഹെവി തിയോളജിക്കൽ ട്രൂത്ത്സ്, അത് പെട്ടെന്ന് കേട്ടാൽ വലിയ പാടാണ്. അങ്ങനെയുള്ളതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലേക്കാക്കി മാറ്റുക. അതാണ് നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദ പ്രീഡെസ്റ്റിനേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മുൻനിർണയം. ദ പ്രീഡെസ്റ്റിനേഷൻ ഓഫ് ഗോഡ്, ആ ടേംസൊക്കെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. കുറേ പേര് കേട്ട് കാണും. എന്നാൽ ദൈവത്തിൻ്റെ മുൻനിർണയം, മുൻനിശ്ചയം കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് നമ്മുടെ നാടൻ ഭാഷ പറയാം. തലവര, തലയിലെഴുത്ത്, തലവിധി എന്നൊക്കെ പറയില്ലേ. എൻ്റെ ഫാദർ ഭയങ്കര പ്രയാസത്തിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പറയടാ, എൻ്റെ തലയിൽ ദൈവം തമ്പുരാൻ പാരക്കോല് കൊണ്ട് എന്തുവാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയും. നമ്മളൊക്കെ പറയാറില്ലേ, ഭയങ്കര പ്രശ്നത്തിലായിരിക്കുന്ന വിധി, തലവിധി, ഇതാണ് ദൈവം എനിക്ക് വിധിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ സത്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നമ്മുടെ തലയിൽ കർത്താവ് ദൈവം വരച്ചു വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മുന്നമേ കുറേ കാര്യങ്ങൾ എൻ്റെ കാര്യത്തിൽ അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുക. എനിക്ക് ഓപ്ഷനില്ല, എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞാനിങ്ങനെ ഈ വിധി അനുസരിച്ച് ഇങ്ങനെ ഒരു പാവയെപ്പോലെ, കളിപ്പാവയെപ്പോലെ ജീവിക്കുക. ഈ പപ്പറ്റ് ഷോ കണ്ടിട്ടില്ലേ? അതിൽ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പപ്പറ്റ് ഷോ നടക്കും. അപ്പോൾ ആളുകൾ അതിൻ്റെ പുറകിൽ ഒന്നുകിൽ ഫിംഗറുകളിൽ കുറച്ച് ത്രെഡ്സ് കാണും. ആ ത്രെഡുകൾ ഫിംഗർ കൊണ്ട് ഇങ്ങനെ അനക്കുമ്പോഴാണ്, എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പപ്പറ്റ് ഷോയ്ക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് പേര് വന്നു. അപ്പോൾ അന്ന് നമുക്ക് കൗതുകമാണ്, പുറകിൽ ഈ ത്രെഡ് ഇങ്ങനെ അനക്കുന്നത് നമ്മൾ കണ്ടുകൂടാ. പക്ഷേ ഈ പാവ അനങ്ങുകയും ആ സ്റ്റോറി അനുസരിച്ച് അതിൻ്റെ അനിമേഷനൊക്കെ കാണുമ്പോൾ കുട്ടികളങ്ങ് ഭയങ്കരമായി പോകും. ഇതുപോലൊരു പപ്പറ്റ് ഷോ ആണോ മനുഷ്യജീവിതം? അതോ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ? തലവിധി എന്ന് പറയുന്നത് ബിബ്ലിക്കലി എന്താണ്? എത്ര പേർക്കറിയാൻ ആഗ്രഹമുണ്ട്? റെഡിയാണെങ്കിൽ നമുക്ക് ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. ചോദ്യങ്ങൾ പലതാണ്. ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കും, ഈ ബൈബിളൊക്കെ വായിക്കുന്ന സമയത്ത്. ഇപ്പോൾ യൂദയുടെ കാര്യത്തിൽ യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. യൂദ ഒറ്റിക്കൊടുത്തതുകൊണ്ടാണ് ക്രൂശീകരണം നടന്നത്. കർത്താവ് ക്രൂശീകരിക്കപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടിയത്. പക്ഷേ 12 പേരിൽ ഒരുവനായിരുന്ന യൂദ ഒറ്റിക്കൊടുത്തത് നേരത്തെ പുള്ളിയെ ദൈവം അതിനുവേണ്ടി വിധിച്ചു വച്ചിരിക്കുകയാണ്. യൂദയ്ക്കൊരു ഓപ്ഷനില്ല, രക്ഷപ്പെടാൻ വഴിയില്ല. ഇതുപോലെ തന്നെ ഫറവോൻ, പഴയ നിയമത്തിൽ ഫറവോൻ്റെ കാര്യത്തിൽ ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി എന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ ദൈവം അതിനു വേണ്ടി വച്ചിരിക്കുകയാണ്. ഇതൊക്കെ സഹിക്കാം. ഈ ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ടീച്ചിങ് പോയി അവസാനം വന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ ഇപ്പോഴാണെങ്കിൽ 800 കോടി മനുഷ്യർ ഏകദേശം ഭൂമുഖത്തുണ്ട്. അതിൽ കുറേ പേരെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി മാർക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. കുറേ പേരെ നരകത്തിലിടാൻ വേണ്ടിയും കർത്താവ്, അതായത് കുറേ പേരെ സ്വർഗത്തിന് വേണ്ടിയും കുറേ പേരെ നരകത്തിന് വേണ്ടിയും ഓൾറെഡി വിധിച്ചിരിക്കുകയാണ്.
അത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ വിധിച്ചിരിക്കുകയാണ്. അവരവിടെ പോകൂ. അവരിനി എന്തെല്ലാം വിചാരിച്ചാലും നരകത്തിൽ പോകേണ്ടവർ നരകത്തിൽ പോകും, സ്വർഗത്തിൽ പോകേണ്ടവർ സ്വർഗത്തിൽ പോകും. ഇങ്ങനെ വരെ ടീച്ചിങ് പോകുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ സോളോ പോഡ്കാസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ ഈ ഓപ്പൺ ടോക്സിലൂടെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് എൻ്റെ തന്നെ ഇതിൻ്റെ എല്ലാം പുറകിലൊരു സ്റ്റോറിയുണ്ട്. എൻ്റെ തന്നെ ലൈഫിൽ ഒരു കാലത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ടോപ്പിക്സാണ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. അത് എനിക്കറിയാം. അതുകൊണ്ട് ഒത്തിരി പേർക്ക് പ്രയോജനം ഉണ്ടാകും. ചിലർ ഇതിനെ ഭയങ്കരമായി ക്രിറ്റിസൈസ് ചെയ്യും. ഞാൻ കഴിഞ്ഞ നാളുകളിലെ പോഡ്കാസ്റ്റുകൾ ഒത്തിരി പേര് വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. അവർ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ അവർ വളരെ നല്ല എങ്ങനെ അവർക്കിത് ബെനഫിഷ്യലായി എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചിലർ ഇതിൽ നിന്നിറങ്ങുന്ന റീൽസ് അല്ലെങ്കിൽ ഷോർട്ട്സൊക്കെ എടുത്തിട്ട് വളരെ മോശമായ രീതിയിൽ മറ്റ് വീഡിയോകൾ ഇറക്കിയതും ഒക്കെ ചിലർ എനിക്ക് ഫോർവേഡ് ചെയ്തു. ബട്ട് ഐ ഡോണ്ട് കെയർ. സത്യം പറഞ്ഞേ പറ്റൂ. ഒത്തിരി പേരുടെ എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ. വീഡിയോ ഒക്കെ ഇറക്കുന്നത് കൊള്ളാം, പക്ഷേ ഫുൾ ടീച്ചിങ് കേട്ടിട്ടല്ലാതെ ഇതിനെതിരെയോ അല്ലാതെയോ ഒരു വീഡിയോ ഇറക്കരുത്. അതാണ് കൂപ്പുകളോടെ എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ ഇവിടെ കാണുന്ന ഏതെങ്കിലും പീസ് എടുത്തിട്ട് ഇയാൾക്ക് ബൈബിൾ അറിയില്ല, ഇയാൾ പഠിച്ചിട്ടില്ല, ഇയാൾക്ക് ബോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള വീഡിയോകൾ ദയവായി നിങ്ങൾ തള്ളിക്കളയുക. ഞാൻ ടീച്ച് ചെയ്തിട്ടുള്ളതെല്ലാം ഫുള്ളായി നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഫുള്ള് കിടപ്പുണ്ട്. അത് ഫുള്ളിരുന്ന് കാണണം. പറ്റുവാണെങ്കിൽ പല പ്രാവശ്യം കാണണം. എന്നിട്ട് മാത്രമേ വിധി കൽപ്പിക്കാവൂ എന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഓൾ റൈറ്റ്. എൻ്റെ ജീവിതത്തിലെ 1-2 കാര്യങ്ങൾ പറയാം. അതിലൊന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ടു, ചർച്ചിൽ പോകാൻ തുടങ്ങി. ചർച്ചിൽ പോകാനൊക്കെ തുടങ്ങിയ സമയത്താണ് ബൈബിൾ ക്യൂരിയോസിറ്റിയോടുകൂടി പഠിക്കുന്ന സമയത്ത് പോയിരുന്ന സഭയിൽ കിട്ടുന്ന ടീച്ചിങ് എന്ന് പറയുന്നതനുസരിച്ച് കർത്താവ് വിളിച്ച് വേർതിരിച്ച ഒരു കൂട്ടമാണ് ദൈവസഭ. ഈ ദൈവസഭയിൽ പെട്ടവർ, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർ കർത്താവിൻ്റെ മണവാട്ടി സഭയിൽ അഥവാ കർത്താവിൻ്റെ കാന്തയായ, അതെല്ലാവർക്കും ഉള്ള ഭാഗ്യമല്ല. തിരഞ്ഞെടുക്കപ്പെട്ട കുറേ അധികം പേര്, ചിലപ്പോൾ 144,000 പേര്, അങ്ങനെയൊക്കെയുള്ളവരെയാണ് ദൈവം തൻ്റെ മണവാട്ടി സഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ കൂട്ടായ്മയിൽ ചെന്നു. 10-40 പേരേ ഉള്ളൂ. കിട്ടിയ ടീച്ചിങ് അനുസരിച്ച് എന്നെയും കർത്താവ് മണവാട്ടി സഭയിൽ എടുത്തിരിക്കുക. ഐ വാസ് സോ എക്സൈറ്റഡ്. അപ്പോൾ ആ സമയത്ത് വീട്ടിലാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ എൻ്റെ സിസ്റ്റേഴ്സ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിറകുപുരയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുക, ആ സ്ഥലത്തേക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് 2 പേരും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. സോ ബൈബിളിൽ നിന്നും പല കാര്യങ്ങളെടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ തൻ്റെ കാന്തയായി, ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് അഥവാ കർത്താവിൻ്റെ മണവാട്ടി സഭയിലേക്ക് കർത്താവിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതെല്ലാവർക്കുമുള്ള ഭാഗ്യമല്ല, അത് സെലക്റ്റഡ് ഫ്യൂ, കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. അപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് ജീവിക്കണമെന്ന് ചോദിച്ചു. ഞങ്ങളൊന്നും കർത്താവിന് വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്? അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു. ശരിയാണല്ലോ, എന്നെ മാത്രം തിരഞ്ഞെടുത്തു, എന്നെ മീൻസ് എന്നെ ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പിനെ മാത്രം കർത്താവ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ പോക്ക്. ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഇന്നും ക്രൈസ്തവ സഭകളിൽ, ക്രിസ്തീയ ഗോളത്തിൽ നിലവിലുണ്ട്. നമ്മളിന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് വാസ്തവത്തിൽ ബൈബിൾ പറയുന്നത് എന്ന് നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. ഷാൽ വി പ്രേ? പരിശുദ്ധാത്മാവേ, നീ തന്നെ വന്ന് അങ്ങയുടെ വചനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ വെളിപാടുകളായി കർത്താവ് ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കണം. അങ്ങനെ ഒത്തിരി പേരുടെ ആശയക്കുഴപ്പങ്ങളും അത് പിശാച് മുതലെടുക്കുന്നതൊന്നും മാറുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞു. ഓൾ റൈറ്റ്. സോ വാട്ട് ഡസ് പ്രീഡെസ്റ്റിനേഷൻ മീൻ?
ദൈവത്തിൻ്റെ മുൻനിർണയം എന്നാൽ എന്ത്? ഇത് മനുഷ്യനുണ്ടാക്കിയ ഒരു ആശയമാണ്. ഈസ് ഇറ്റ് എ മാൻ മെയ്ഡ് തിയോളജിക്കൽ കോൺസെപ്റ്റ് ഓർ ഈസ് ഇറ്റ് ആക്ച്വലി ഇൻ ദ ബൈബിൾ? ദൈവശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി മെനഞ്ഞെടുത്ത ഒരു തിയറിയാണോ ഇത്? അങ്ങനെ ഒരു ആശയമാണോ? അല്ലെങ്കിൽ വാസ്തവത്തിൽ ബൈബിളിൽ ഇതുണ്ടോ? നമുക്ക് വേഗത്തിൽ മുന്നിലേക്ക് പോകാം. പ്രീഡെസ്റ്റിനേഷൻ്റെ മലയാളം ഞാൻ പറഞ്ഞു മുൻ നിയമനം അല്ലെങ്കിൽ മുൻ നിർണയം. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക, ദ പ്രീഡെസ്റ്റിനേഷൻ ഓഫ് ഗോഡ്. എൻ്റെ മലയാളത്തിൽ ദൈവത്തിൻ്റെ മുൻ നിയമനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻ നിർണയം. നാടൻ ഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞു തലയിലെഴുത്ത്, തലവര, തലവിധി, വിധി എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള ഉദ്ദേശ്യവും പദ്ധതിയും, അതിന് ഉദ്ദേശിക്കുന്ന പദമാണ് പ്രീഡെസ്റ്റിനേഷൻ. പ്രീ എന്ന് പറയുമ്പോൾ മുന്നമേയുള്ള, പ്രീപെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ, നേരത്തെ, മുന്നമേ, ബിഫോർ ഹാൻഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം ഇതാണ്. ദൈവം ചിലരെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയും ചിലരെ നിത്യശിക്ഷയ്ക്ക് വേണ്ടിയും, ഒന്നുകൂടി വ്യക്തമായി പറയുവാണെങ്കിൽ ദൈവം ചിലരെ നിത്യജീവന് വേണ്ടിയും ചിലരെ നിത്യമരണത്തിന് വേണ്ടിയും, അല്ലെങ്കിൽ ദൈവം ചിലരെ നിത്യസ്വർഗത്തിന് വേണ്ടിയും ചിലരെ നിത്യനരകത്തിന് വേണ്ടിയും നിശ്ചയിച്ചു വച്ചിരിക്കുകയാണോ? അതോ നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇതാണ് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അതോട് ചേർന്ന് ഇതിൻ്റെ പല വശങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഗ്രീക്ക് ഭാഷയിൽ പ്രീഡെസ്റ്റിനേഷൻ എന്ന ആ വേർഡിന് പ്രൂറൈസോ, PROORIZO, പ്രൂറൈസോ എന്നാണ്. അതിൻ്റെ അർത്ഥം ടു ഡിസൈഡ് ബിഫോർ ഹാൻഡ്, മുന്നമേ തീരുമാനിക്കുക, മുന്നമേ നിശ്ചയിക്കുക, മുന്നമേ ഒരു തീരുമാനം എടുത്ത് വയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവം ഇങ്ങനെ മുന്നമേ ചിലരൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചോദ്യം അകത്ത് വരും. ഡസ് ദിസ് പ്രീഡെസ്റ്റിനേഷൻ മേക്ക് ഗോഡ് അൺഫെയർ? അത് ഫെയർ ആണോ? ദൈവം ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ കുട്ടികൾ തമ്മിൽ കളിക്കുന്ന സമയം ദാറ്റ്സ് നോട്ട് ഫെയർ, ദാറ്റ്സ് നോട്ട് ഫെയർ, ദാറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറയുന്ന പോലെ ഇതൊരു കള്ളക്കളിയല്ലേ? അത് ശരിയാണ്, അനീതിയല്ലേ ഇത്? ന്യായമാണോ ഇത് എന്ന് നമുക്കുള്ളിൽ ചോദ്യം വരാം. അതായത് ചോദ്യം ഇതാണ്, വൈ വുഡ് ഗോഡ് ക്രിയേറ്റ് പീപ്പിൾ ജസ്റ്റ് ടു സെൻഡ് ദം ടു ഹെൽ? കുറേ പേരെ സ്വർഗത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നു, നോ പ്രോബ്ലം, അവർക്ക് നല്ലതാണല്ലോ കിട്ടാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചേ? നരകത്തിൽ കൊണ്ടുപോയി നിത്യകാലം ദണ്ഡിപ്പിക്കുവാൻ വേണ്ടി മാത്രമായി ദൈവം എന്തിന് കുറേ കോടിക്കണക്കിന് മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു? എന്തെങ്കിലുമൊക്കെ മനസ്സിലൂടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഫ്ലാഷ് ചെയ്ത് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ പലരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? യുക്തിവാദികളോ നിരീശ്വരവാദികളോ സംശയദൃഷ്ടിയോടെ കാണുന്നവരോ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു പക്ഷേ നാളുകൾ ചോദിച്ചാൽ ഇതറിഞ്ഞിരിക്കണം. ഇനി അടുത്തൊരു പ്രശ്നം ഇതാണ്, വാട്ട് അബൌട്ട് ഫ്രീ വിൽ? നമുക്കിങ്ങനെ ഫ്രീ വിൽ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഫ്രീ വിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ടു ചൂസ് ഗുഡ് ഓർ ബാഡ്, ദ ഡെവിൾ ഓർ ഗോഡ്. ദൈവത്തെയോ പിശാചിനെയോ നന്മയോ തിന്മയോ മുമ്പിലുള്ള വഴികളെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പ്രീഡെസ്റ്റിനേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ റോബോട്ടിക്കായി. എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവില്ല. ദൈവം എന്തോ എൻ്റെ തലയിൽ വരച്ചു വച്ചിരിക്കുന്നു, ദൈവം എന്തോ വിധിച്ചു വച്ചിരിക്കുന്നു, അതിലൂടെ ഞാനിങ്ങനെ ഒരു കളിപ്പാവയെ പോലെ ഞാനിങ്ങനെ പോവുകയാണ്. അതാണോ വാസ്തവം? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ചിന്താഗതി നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യനെ കുഴക്കുന്ന, എന്ന് വെച്ചാൽ ദൈവം ഇങ്ങനെ ചിലരെ വിധിച്ചിരിക്കുന്നു, ചിലർ പറയുന്ന അങ്ങനെയല്ല, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെടാം. അപ്പോൾ തിയോളജിക്കലി ചിന്തിക്കുവാണെങ്കിൽ സഭാചരിത്രം എടുത്താൽ ഇതിന് ഭയങ്കരമായ ഷിഫ്റ്റ് വന്നൊരു കാലഘട്ടമുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, ജോൺ കാൽവിൻ എന്നു പേരുള്ള ഒരു ഫ്രഞ്ച് തിയോളജിയൻ, ഫ്രാൻസിൽ ജനിച്ച ഫ്രഞ്ചുകാരനായ ഒരു ദൈവശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് ജോൺ കാൽവിൻ. അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന
കൃത്യമായി പറഞ്ഞാൽ 1509 മുതൽ 1564 വരെ ജീവിച്ചിരുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് വളരെ ശക്തമായും വ്യക്തമായും പഠിപ്പിക്കാൻ തുടങ്ങി, ദൈവം ചിലരെ നിത്യജീവന് വേണ്ടി നിയമിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് എങ്ങനെ വിചാരിച്ചാലും ഒരിക്കലും നിത്യരക്ഷ കിട്ടിയില്ല. ദൈവം തിരഞ്ഞെടുത്ത് അത് വചനമെടുത്ത് അദ്ദേഹം തെളിയിക്കുകയാണ്. അദ്ദേഹം ഇത് ജീവിതകാലം മുഴുവൻ പഠിപ്പിച്ചു. കോളിളക്കങ്ങൾ ഒത്തിരി ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് എല്ലാം കൂടെ ചേർത്ത് 5 പോയിൻ്റുകളുണ്ടാക്കി. ആ 5 പോയിൻ്റുകൾ അറിയപ്പെടുന്നത് ട്യൂലിപ്പ് എന്നാണ്. TULIP. എന്താണ് ട്യൂലിപ്പ്? ട്യൂലിപ്പ് ഒരു ഫ്ലവറാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ട്യൂലിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഒരു അക്രോണിമാണ്. 5 പോയിൻ്റുകളുടെ ആദ്യ അക്ഷരങ്ങൾ വെച്ചിട്ടാണ്. അതെന്താണ് ഞാൻ പറയാം. ഒരുപക്ഷെ നിങ്ങളിത് കേട്ട് കാണും, ചിലപ്പോൾ കേട്ട് കാണില്ല, അവ്യക്തമായൊരു ഐഡിയ കാണും. പക്ഷേ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്നെ സംബന്ധിച്ചോളം ഈ സഭാചരിത്രമൊന്നും ഒരു കാലത്ത് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സഭാചരിത്രം എൻ്റെ ഒരു പാഷനായിട്ട് മാറി. അതിന് കാരണം ഇതറിയുമ്പോൾ നമ്മൾ എവിടെ വന്നിരിക്കുന്നു, ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവസഭയെ എവിടെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാവും. കാലങ്ങളും കാലഗതികളും അറിയാതിരുന്നാൽ പലതും നമുക്ക് നഷ്ടമാകും. നാം പലപ്പോഴും മിസ്ലെഡായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്യൂലിപ്പ് എന്താണ്? 5 പോയിൻ്റ്. നമ്പർ 1, ടി മീൻസ് ടോട്ടൽ ഡിപ്രാവിറ്റി. എന്ന് വെച്ചാൽ മനുഷ്യൻ വീണുപോയവനാണ്. അതുകൊണ്ട് ഒരിക്കലും മനുഷ്യന് ദൈവത്തെ കണ്ടെത്താനോ ദൈവത്തെ തിരഞ്ഞെടുക്കാനോ രക്ഷപ്പെടാനോ സാധ്യമല്ല. ആ പരുവത്തിലായിപ്പോയിരിക്കുന്നത്. അതാണ് ട്യൂലിപ്പിൻ്റെ ടോട്ടൽ ഡിപ്രാവിറ്റി. നമ്പർ 2, അൺകണ്ടീഷണൽ ഇലക്ഷൻ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങാണ്. ഈ 5 കാര്യങ്ങൾ ഉണ്ടാക്കിയത് അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ക്രോഡീകരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അൺകണ്ടീഷണൽ ഇലക്ഷൻ. അതിൻ്റെ അർത്ഥം നിരുപാധികമായ തിരഞ്ഞെടുപ്പ്. ഒരു കണ്ടീഷനും ഇല്ലാതെ ദൈവം ചിലരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഗോഡ് ചൂസസ് ഹൂ വിൽ ബി സേവ്ഡ് ബേസ്ഡ് ഓൺ ഹിസ് സോവറിൻ വിൽ അലോൺ, നോട്ട് അവർ മെറിറ്റ്സ്. നമ്മുടെ ഗുണം നോക്കിയിട്ടല്ല, ദൈവത്തിൻ്റെ പരമാധികാരത്തിലും ഇഷ്ടത്തിലും അവൻ്റെ പ്രസാദപ്രകാരം ചിലരെ രക്ഷയ്ക്ക് വേണ്ടി അവൻ തിരഞ്ഞെടുക്കുന്നു. ഇതിനെല്ലാം അദ്ദേഹത്തിൻ്റെ ബൈബിൾ വചനങ്ങളുണ്ട്. ലിമിറ്റഡ് അറ്റോൺമെൻറ്റ്, പരിമിതപ്പെടുത്തപ്പെട്ട പ്രായശ്ചിത്ത ബലി. അതായത് യേശു കർത്താവിൻ്റെ യാഗം അഥവാ അറ്റോൺമെൻറ്റ്, പാപപരിഹാര യാഗം, അത് പരിമിതപ്പെട്ട കുറച്ച് പേർക്ക് വേണ്ടി മാത്രമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ ക്രൈസ്റ്റ് ഡൈഡ് സ്പെസിഫിക്കലി ഫോർ ദ ഇലക്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് പറഞ്ഞില്ലേ, ഇലക്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അതിൻ്റെ മലയാളത്തിൽ പലപ്പോഴും നമ്മൾ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ മലയാളത്തിലൊക്കെ കാണുന്നത് വൃതന്മാർ. പ്രത്യേകിച്ച് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിലൊക്കെ വൃതന്മാർ എന്ന് കാണുന്നു. ഇലക്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് അതിനർത്ഥമുള്ളൂ. അടുത്തത് ഇറസിസ്റ്റബിൾ ഗ്രേസ്, എതിർക്കുവാൻ കഴിയാത്ത കൃപ. എന്ന് വെച്ചാൽ ദോസ് ചോസൻ വിൽ കം ടു ഗോഡ്. ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ ദൈവത്തിലേക്ക് വരൂ. ദേ കനോട്ട് അൾട്ടിമേറ്റ്ലി റെസിസ്റ്റ് ഗ്രേസ്. അവർക്ക് മാത്രമാണ് കൃപയുള്ളൂ, എല്ലാവർക്കും കൃപയില്ല. ആ കൃപ ലഭിച്ചവർക്ക് അതിനെ തടുക്കാനോ തള്ളിക്കളയാനോ സാധ്യമല്ല. എന്ന് വെച്ചാൽ അവർ രക്ഷിക്കപ്പെട്ടിരിക്കും, അവരെ ദൈവം രക്ഷയിൽ കൊണ്ടുവന്നിരിക്കും. ലാസ്റ്റ് വൺ, പെർസിവിയറൻസ് ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ സ്ഥിരോത്സാഹം അല്ലെങ്കിൽ പിടിച്ചു നിൽപ്പ്. ദ ഇലക്ട് വിൽ നെവർ ട്രൂലി ഫോളോ അവേ. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരിക്കലും, എത്ര പ്രശ്നം വന്നാലും പെർസിക്യൂഷൻ വന്നാലും അവരൊരിക്കലും വിശ്വാസം ത്യജിച്ച് പോകുകയില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജോൺ കാൽവിൻ്റെ ടീച്ചിങ്ങിൻ്റെ സംക്ഷിപ്ത രൂപം. അപ്പോൾ ഇവിടെ ഇത് കേട്ടതോടുകൂടെ എൻ്റെ ഉള്ളിൽ കുറേ ചോദ്യങ്ങൾ ഉയർന്നു. ജോൺ കാൽവിൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചതെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് സുവിശേഷ വില ചെയ്യുന്നത്? നമ്മളെന്തിനാണ് സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അതുപോലെ മിഷണറിമാരെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോയി രക്തസാക്ഷികളാകുന്നു,
ദൈവത്തിന് വിധേയമാകുന്നു. ഇതൊക്കെ എന്തിനിതെല്ലാം ചെയ്യുന്നു? ദൈവം ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, ദൈവം അവർക്ക് രക്ഷപ്പെടാതിരിക്കാൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എന്തിനീ സുവിശേഷ വേല, പിന്നെ എന്തിനീ സഭ? നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ പാഴ്വേലയല്ലേ? ഇങ്ങനൊരു ചോദ്യം എൻ്റെ അകത്ത് വരാറുണ്ടായിരുന്നു. മാത്രമല്ല, ഇത് ദൈവത്തിൻ്റെ പക്ഷപാതമല്ലേ? ദൈവത്തിൻ്റെ ഫേവറിറ്റിസം അല്ലേ? ഈസ് ഇൻ ഗോഡ് പാർഷ്യാലിറ്റി അല്ലേ ഇത്? കുറച്ച് പേരെ മാത്രം രക്ഷിക്കുന്നു, കുറച്ച് പേരെ നരകത്തിന് വേണ്ടിയാക്കുന്നു. നോ, ഇതെങ്ങനെ ലോജിക്കലി ശരിയാവും? പക്ഷേ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അവരിതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഉദാഹരണങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. 10 പേര് ഉണ്ട്. ഈ 10 പേർക്ക് നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ട്. ഈ കാശ് ഈ 10 പേരിൽ 3 പേരെ ഇങ്ങനെ മാറ്റി വിളിച്ചിട്ട്, ഇതാ പിടിച്ചു 3 പേർക്ക് കൊടുത്തു. അപ്പോൾ ബാക്കി 7 പേര് പ്രൊട്ടസ്റ്റ് ചെയ്ത്, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പ്രൊട്ടസ്റ്റ് ചെയ്താൽ അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അവകാശമില്ല. കാരണം ഇവരാരും അർഹിക്കുന്നില്ല, ഇവർക്ക് ആർക്കും കാശ് കൊടുക്കാനുള്ള ബാധ്യതയുമില്ല. എന്നാൽ ഇയാളുടെ ഒരു ഇങ്ങനെ നല്ല മനസ്സുകൊണ്ട് 3 പേരെ വിളിച്ചു കൊടുത്തു, മറ്റുള്ളവർക്ക് കൊടുത്തില്ല. ഇത്രേ ഉള്ളൂ. ഇതുപോലെ ഭൂമിയിൽ ഒത്തിരി പേര് ജനിക്കുന്നു. അതിൽ ആരും രക്ഷപ്പെടാൻ യോഗ്യരല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേച്ച് നഷ്ടമാക്കിയതാണല്ലോ. അതുകൊണ്ട് അതിൽ കുറച്ച് പേരെ വിളിച്ചിട്ട് രക്ഷ കൊടുത്തു, നിത്യജീവൻ കൊടുത്തു, അത്രേ ഉള്ളൂ. മറ്റുള്ളവരതിന് പ്രൊട്ടസ്റ്റ് ചെയ്യാനൊന്നും അർഹതയില്ല. ഇതാണ് അവരുടെ ന്യായവാദം. ഇങ്ങനെ ഇത് ക്ലിയറാണ്. ഞാൻ വളരെ സരളമായിട്ട്, എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ബൈബിൾ സെമിനാരികളിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിച്ച് ഇതിൻ്റെ ഡിബേറ്റുകളും ഇതിൻ്റെ തീസിസുകളൊക്കെ എഴുതി തലമുണ്ടാക്കി, തല പഫ്ഡപ്പാക്കി, ഒത്തിരി മാത്രമല്ല ചർച്ചുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യപ്പെട്ട ഒരു 400-ലധികം 500ഓളം വർഷമായി സഭകളെ പിളർക്കുന്നൊരു വിഷയമാണ് ഞാൻ വളരെ സരളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ക്ലിയറാണോ? അടുത്തത്, ഈ സമയത്ത് ഈ ടീച്ചിങ്ങിന് വന്ന് വിപ്ലവം ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ഒരു ഡച്ചുകാരനായ വേറൊരു റിഫർമേഷൻ മിനിസ്റ്ററും തിയോളജിയനുമായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ജാക്കബസ് അർമീനിയസ്. അദ്ദേഹം ജീവിച്ചിരുന്ന 1560 മുതൽ 1609 വരെയാണ്. അദ്ദേഹം ഇതിനെതിരെ വേറൊരു ടീച്ചിങ്ങുമായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അതിനെ 5 പോയിൻ്റാക്കി. നേരത്തെ ട്യൂലിപ്പ് എന്ന് പറഞ്ഞ പോലെ അക്രോണിം ഒന്നുമില്ല, പക്ഷേ 5 പോയിൻ്റ് അവരുണ്ടാക്കി. ആ 5 പോയിൻ്റ് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ പോയിൻ്റ് കണ്ടീഷണൽ ഇലക്ഷൻ. ഓർക്കുക, ജോൺ കാൽവിൻ പറഞ്ഞത് അൺകണ്ടീഷണൽ ഇലക്ഷനാണ്. അതിന് ഒരു ഉപാധിയിൽ ഒന്നും നോക്കുന്നില്ല, ദൈവം ഇഷ്ടമുള്ളവർ തിരഞ്ഞെടുക്കും. എന്നാൽ ഇവിടെ കണ്ടീഷണൽ ഇലക്ഷനാണ് ഈ ജാക്കബസ് അർമീനിയസ് പഠിപ്പിച്ചത്. പിന്നീട് ഇതിന് അർമീനിയനിസം എന്നും മറ്റേതിന് കാൽവിനിസം എന്നും പേരായി. അതായത് ക്രിസ്തീയ ലോകത്തിൽ ഭയങ്കരമായി പിളർപ്പുണ്ടാക്കിയ 2 ക്യാമ്പുകൾ, 2 പാർട്ടികളായി തിരിഞ്ഞ സഭകളും എല്ലാം പിളർന്ന ഒരു സംഭവമാണ്. ആ ടീച്ചിങ്ങാണ് ഞാനീ പറയുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞത്? കണ്ടീഷണൽ ഇലക്ഷൻ. വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കിയാണ് ദൈവം ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. എന്താണ് തെരഞ്ഞെടുപ്പ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ് ഫോർ നോളജ്. ദൈവം മുന്നറിഞ്ഞവരെയാണ് തിരഞ്ഞെടുക്കുന്നത്, ഏതെങ്കിലും ആരെങ്കിലും അറ്റ് അല്ല. ദേവദാസൻ പറഞ്ഞത്, കുറേ പേരുടെ പുറകിൽ ദൈവം ഇങ്ങനെ മഞ്ഞ വര വെച്ച് ഒരു ലൈനിട്ട് സ്ട്രൈപ്പിട്ട് ജനിപ്പിച്ചിരുന്നെങ്കിൽ, അതായത് രക്ഷപ്പെടുന്നവരെ അവരെ മാത്രം വിളിച്ച് സഭയ്ക്കകത്ത് കയറ്റി അവരങ്ങനെ പണിതെടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ മുന്നറിവിൽ തനിക്കറിയാം ആര് തന്നെ വിശ്വസിക്കുന്നു, അവരെക്കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിരിക്കുക. അതാണ് ഈ അർമീനിയസ് പഠിപ്പിച്ചത്. രണ്ടാമത്തേത് യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റ്, അൺലിമിറ്റഡ്. നേരത്തെ ജോൺ കാൽവിൻ പറഞ്ഞത് ലിമിറ്റഡ് അറ്റോൺമെൻറ്റാണ്. പകരം ഇവിടെ യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റ് എന്ന് വെച്ചാൽ ക്രൈസ്റ്റ് ഡൈഡ് ഫോർ ഓൾ പീപ്പിൾ വിതൗട്ട് എക്സെപ്ഷൻ. ക്രിസ്തു മരിച്ചത്, ഇതൊക്കെ പറയുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, തമ്മിലുള്ള വ്യത്യാസം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായത് ക്രിസ്തു മരിച്ചത് ഈ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗ്രൂപ്പിന് വേണ്ടി മാത്രമല്ല, സകലർക്കും വേണ്ടി, സകലരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. അതിൻ്റെ അർത്ഥം സാൽവേഷൻ ഈസ് പൊട്ടൻഷ്യലി അവൈലബിൾ ടു എവ്രി വൺ. രക്ഷ സകല മനുഷ്യർക്കുമുള്ളതാണ് എന്ന് വെച്ചാൽ പൊട്ടൻഷ്യലി അവൈലബിൾ, ആർക്ക് വേണേലും അത് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം.
നമ്പർ 3, സേവിങ് ഗ്രേസ് റിക്വയർസ് ദ സ്പിരിറ്റ്. അദ്ദേഹം പഠിപ്പിച്ച പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവില്ലാതെ ഈ രക്ഷിക്കുന്ന കൃപ നമുക്ക് ലഭിക്കില്ല. പരിശുദ്ധാത്മാവ് അനിവാര്യമാണ്. എന്ന് വെച്ചാൽ നോ വൺ ക്യാൻ കം ടു ഫെയ്ത്ത് വിതൗട്ട് ദ റീജനറേറ്റിംഗ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ, വീണ്ടും ജനനത്തിൻ്റെ പ്രവൃത്തിയില്ലാതെ ആർക്കും വിശ്വാസത്തിലേക്ക് വരാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അടുത്തത് റെസിസ്റ്റബിൾ ഗ്രേസ്. ജോൺ കാൽവിൻ പഠിപ്പിച്ചത് ഇറസിസ്റ്റബിൾ ഗ്രേസ് ആണ്. എന്ന് വെച്ചാൽ ഈ കൃപ ഒരാൾക്ക് വേണ്ടി ദൈവം പകർന്നാൽ അയാൾക്കതിനെ തള്ളിക്കളയാനൊന്നും സാധ്യമല്ല. എന്ന് വെച്ചാൽ അയാൾ എന്തൊക്കെ സംഭവിച്ചാലും, എന്ത് പാപം ചെയ്താലും, പാപം ചെയ്തില്ലേലും അയാൾ ആ കൃപ മൂലം രക്ഷിക്കപ്പെട്ടിരിക്കും. എന്നാൽ ഇവിടെ അർമീനിയസ് പഠിപ്പിക്കുന്നത് റെസിസ്റ്റബിൾ ഗ്രേസ് ആണ്. എന്ന് വെച്ചാൽ എന്നിടക്കൊന്ന് പറഞ്ഞോട്ടെ, ഇതൊക്കെ ഞാനിങ്ങനെ പറയുമെങ്കിലും വളരെ വ്യക്തമായി നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ബാധിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഞാൻ വരാൻ പോവുക. അതുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അയ്യോ, ഈ ജോൺ കാൽവിൻ്റെ, അർമീനിയസിൻ്റെ ഒക്കെ പറഞ്ഞ് ഇത് എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് വല്ലതും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യരുത് പ്ലീസ്. കാരണം ഇത് നിങ്ങളുടെ മൊത്തം പേഴ്സ്പെക്റ്റീവിനെ മാറ്റും, പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റും, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ മാറ്റും, സുവിശേഷ പ്രവർത്തനത്തെ മാറ്റും. ഒത്തിരി വ്യത്യാസം കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു ടീച്ചിങ്ങാണിത്. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ്, പ്ലീസ് ഡോണ്ട് ക്വിറ്റ്. ഇത് മുഴുവൻ കാണണം. ഒരുപക്ഷെ ഒറ്റയടിക്ക് ഇത്തിരി നീണ്ട പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് ചിലർക്ക് ഇപ്പോൾ ഒറ്റയടിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പല പാർട്ടുകളായി പോസ് ചെയ്ത് എത്ര മിനിറ്റ് വരെ കണ്ടു എന്നുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി. അത് മാത്രമല്ല, എല്ലാവരും നോട്ട്സ് എഴുതിയെടുക്കണേ, ദയവായി കുറിച്ചെടുക്കണം. അത് മാത്രമല്ല, പ്രധാനമായും ഞാൻ പറയുന്ന എല്ലാ പോയിൻറ്റുകളും മിടുക്കന്മാരും മിടുക്കികളും കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിട്ടുകൊണ്ടേയിരിക്കുക. കാരണം ഒത്തിരി പേര് ഈ കമൻസ് ആദ്യം വായിക്കും, എന്നിട്ടാണ് തീരുമാനിക്കും ഇത് കാണണം. അപ്പോൾ ഇതിൽ വല്ല കഴമ്പുണ്ടോ എന്ന് അവരറിയണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിടണം. ഇത് മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഇത് പ്രയോജനപ്പെടുന്നു, നിങ്ങളുടെ കട്ടപ്പുക, നിങ്ങളുടെ അകത്തുള്ള സംശയങ്ങൾ എങ്ങനെ മാറുന്നു, തീർച്ചയായിട്ടും കമൻസിൽ ഇടണം. അത് ആളുകൾ വായിക്കുമ്പോഴാണ് അവർക്കൊരു എൻകറേജ്മെൻറ്റ് കിട്ടുന്നത്, എനിക്കും ഒന്ന് കാണണം. അപ്പോൾ റെസിസ്റ്റബിൾ ഗ്രേസ് എന്ന് ഉദ്ദേശിക്കുന്നത് കൃപയെ വേണമെങ്കിൽ നമുക്ക് എതിർക്കാം, തടുക്കാം, വേണ്ടെന്ന് വയ്ക്കാം, നിരസിക്കാം. God's saving grace can be resisted and rejected by human free will. നമുക്ക് സ്വന്തമായൊരു ഇച്ഛാശക്തിയുണ്ട്, എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാൻ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് വേണമെങ്കിൽ എനിക്കായി ദൈവം റിലീസ് ചെയ്യുന്ന കൃപയെ എനിക്ക് വേണ്ടെന്ന് പറയാം, എനിക്ക് സ്വീകരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇൻ അതർ വേർഡ്സ്, ദ ഹോളി സ്പിരിറ്റ് ഡസ് നോട്ട് ഫോഴ്സ് ഓർ കമ്പൽ എ പേഴ്സൺ ടു ബിലീവ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരാളെ വിശ്വസിക്കാൻ വേണ്ടി ഭയങ്കരമായി നിർബന്ധിക്കുകയോ കമ്പൽ ചെയ്യുകയോ ഫോഴ്സ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. പരിശുദ്ധാത്മാവ് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ കൊടുക്കും, അവസരങ്ങൾ കൊടുക്കും. പക്ഷെ ഒരിക്കലും ഒരാളെ പിടിച്ച് ഈ കഴുത്തിൻ്റെ പുറകിൽ പിടിച്ച് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഫോഴ്സ് ചെയ്യുന്നൊരു പരിപാടി ഇല്ല. ഇവിടെയാണ് ഞാൻ പെട്ടെന്ന് ബ്രാക്കറ്റിലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. പൈശാചിക ആത്മാക്കളും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം. ദ ഹോളി സ്പിരിറ്റ് വിൽ ലീഡ് യു, ബട്ട് ദ ഡീമോണിക് സ്പിരിറ്റ്സ് വിൽ മനിപ്പുലേറ്റ് യു, കൺട്രോൾ യു. പരിശുദ്ധാത്മാവ് ഒരിക്കലും കൺട്രോളിങ് സ്പിരിറ്റ് അല്ല. പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും, ലീഡ് ചെയ്യും, പ്രോംപ്റ്റ് ചെയ്യും, ഇൻസ്പയർ ചെയ്യും. പക്ഷെ പൈശാചിക ശക്തികൾ അങ്ങനെയല്ല. അകത്ത് വന്ന് ആ വ്യക്തിയെ കൊണ്ട് ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെ തൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി ഭ്രാന്ത് പിടിച്ച് സമനില തെറ്റിച്ച മരണത്തിൻ്റെ ആത്മാക്കൾ 6000-ഓളം തൻ്റെ അകത്ത് കയറി സ്വന്തം ശരീരത്തെ പാറക്കല്ലുകൾ കൊണ്ട് തകർക്കുകയും മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയായി മാറുകയും ചെയ്തു. അതാണ് പൈശാചിക ആത്മാക്കളുടെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത. പരിശുദ്ധാത്മാവ് ഒരിക്കലും അത് ചെയ്യില്ല. നമ്പർ 5, കണ്ടീഷണൽ പെർസിവിയറൻസ്. ഈ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ സ്ഥിരോത്സാഹം അല്ലെങ്കിൽ ആളുകളുടെ നിലനിൽപ്പ്, അതും കണ്ടീഷണലാണ്, വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമാണ്. ബിലീവേഴ്സ് ആർ കെപ്റ്റ് സെക്യൂർ വൈൽ ദേ അബൈഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വസിക്കുകയും വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നവരുടെ രക്ഷ മാത്രമേ ഭദ്രമായിരിക്കുകയുള്ളൂ. അഥവാ it is possible for a true believer to fall away from grace through willful, sustained unbelief or sin. അദ്ദേഹം പഠിപ്പിച്ചത്
ഇപ്പോൾ വിശ്വാസികളെന്ന് പറയുന്നവർ പോലും ഇപ്പോൾ ശരിക്കും സഭയിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, ചിലപ്പോൾ സുവിശേഷ വേലയിലുമായിരിക്കും. അതായത് ട്രൂ ബിലീവേഴ്സ് എന്ന് ഇപ്പോൾ ആയിരിക്കുന്നവർ പോലും വേണമെങ്കിൽ അവർക്ക് കൃപയിൽ നിന്നും വീഴാം. എങ്ങനെ? മനഃപൂർവ്വമായി പാപം ചെയ്ത് ദൈവത്തിനെതിരെ പ്രവർത്തിച്ച് അവിശ്വാസത്താൽ രക്ഷകനെ തള്ളി അവരുടെ രക്ഷ അവർക്ക് വേണമെങ്കിൽ നഷ്ടപ്പെടുത്താം, വിശ്വാസത്യാഗം നടത്താം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇനി രണ്ടും എടുത്ത്, അപ്പോൾ രണ്ട് ചേരിയായില്ലേ, രണ്ട് ധ്രുവങ്ങൾ, രണ്ട് ടീമായി, രണ്ട് ട്രൂപ്പായി, രണ്ട് ആർമിയായിട്ട് നിൽക്കുകയാണ്. ഇത് 16-ാം നൂറ്റാണ്ടിലാണ് ഇതുപോലെ ഭയങ്കര, അതിനു മുമ്പും കുറേശ്ശെ കാണും. ഈ കാൽവിനിസം, ആർമീനിയനിസം എന്ന രണ്ട് ഗ്രൂപ്പുകൾ നിൽക്കുകയാണ്. ഇതിൽ കാൽവിനിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞ ഒരു സംഗതിയുണ്ട്, ദ സോവറിനിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരമാധികാരം. ദൈവം പരമാധികാരിയാണ്. അവനിഷ്ടമുള്ളത് അവൻ ചെയ്യും, അവനിഷ്ടമുള്ളവരവൻ തിരഞ്ഞെടുക്കും, അവനിഷ്ടമുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും, അവനിഷ്ടമുള്ളവർക്ക് രക്ഷ കൊടുക്കും, സ്വർഗം കൊടുക്കും, കൃപ കൊടുക്കും, കൃപാവരം കൊടുക്കും, എല്ലാം കൊടുക്കും. നിങ്ങളാരാ ചോദിക്കുക? എന്നാൽ അർമീനിയനിസം പ്രധാനമായും എംഫസൈസ് ചെയ്യുന്നത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാൻ. അവർ പറയുന്നത് അങ്ങനെയല്ല, മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട്. ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്ക് രക്ഷ വേണോ വേണ്ടേ എന്നുള്ളത്, ദൈവമല്ല. ദൈവം തന്നിരിക്കുകയാണ്, ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ തുലാസിൽ നിൽക്കുകയാണ്. എന്തൊക്കെയാണ്? ദ സോവറിനിറ്റി ഓഫ് ഗോഡ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാൻ, അല്ലെങ്കിൽ ദ ഫ്രീ വിൽ ചോയ്സ് ഓഫ് മാൻ. ഇങ്ങനെ രണ്ട് ത്രാസിൽ നിൽക്കുകയാണ്. ചോദ്യം നിങ്ങളോടാണ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിലേതാണ് ശരി? കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് പെട്ടെന്നിടാമോ? ഇതിലേതാണ് ശരി? ദൈവത്തിൻ്റെ പരമാധികാരമാണോ ശരി? മനുഷ്യൻ്റെ ഫ്രീ വില്ലാണോ ശരി? അഥവാ മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണോ ശരി? പറ നിങ്ങളുടെ അഭിപ്രായം പെട്ടെന്ന്. എന്നിട്ട് ഞാൻ ബാക്കി പറയുള്ളൂ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തിടുക, എന്നിട്ട് ഞാൻ പറയാം എൻ്റെ കാര്യം. എൻ്റെ അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായം പറയാതിരിക്കുമല്ലോ. ബൈബിൾ എന്ത് പറയുന്നു? അതല്ലേ കുറച്ചുകൂടി നല്ലത്. ബൈബിൾ എന്ത് പറയുന്നു? ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് രണ്ടുമുണ്ട്. ബൈബിളിൽ ഇത് രണ്ടുമുണ്ട്. ഏതൊക്കെ? ദൈവം പരമാധികാരിയാണ്, വളരെ വ്യക്തമായ സോവറിനിറ്റി ഓഫ് ഗോഡ് വ്യക്തമായി ബൈബിളിലുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഫ്രീ ചോയ്സ്, ഫ്രീ വിൽ, അതും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഒരു ബാലൻസിലാണ് നമ്മൾ വരേണ്ടത്. ഞാൻ ഈ ഓപ്പൺ ടോക്ക്, സത്യം പറയട്ടെ തുടങ്ങിയുള്ള നമ്മുടെ ഈ പോഡ്കാസ്റ്റുകൾ തുടങ്ങിയ ശേഷം പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഐ ആം കോൾഡ് ടു ബ്രിങ് എ ബാലൻസ് ഇൻ ക്രിസ്ത്യൻ ടീച്ചിങ്സ്. ഒത്തിരി പേരും ഈ എക്സ്ട്രീമിറ്റിയിലേക്കും ഒന്നില്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ പോയിരിക്കും, അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിൽ പോയിരിക്കും. ഇങ്ങനെ പോയി വല്ലാതെയാകുന്നൊരവസ്ഥയാണ് ഇങ്ങനെയാണ് അടി നടക്കുന്നത്. പലരും തമ്മിൽ അത് ഉപദേശപ്പിശകാണ്, ഇത് ഉപദേശപ്പിശക്, ദുരുപദേശമാണെന്നൊക്കെ പറയും. പക്ഷെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു, ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ കോംപ്രമൈസ് എന്നോ അല്ലെങ്കിൽ ഡയലൂട്ട് ചെയ്യുന്ന ഒന്നുമല്ല അർത്ഥം. വെൽ ബാലൻസ്ഡ് ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. അതായത് ദൈവത്തിൻ്റെ പൂർണ്ണമായ ആലോചന, തികഞ്ഞ ആലോചന, ഹോൾസം ടീച്ചിങ്, മൊത്തം ബൈബിൾ എടുത്ത് അതിൻ്റെ എൻറ്റയറിറ്റി ഓഫ് ടീച്ചിങ് എടുത്തിട്ട് ഒരു തീരുമാനത്തിലെത്തുക. ഇനി ഞാൻ കാര്യത്തിലോട്ടൊക്കെ കയറാൻ പോകും. ആർ യു റെഡി? നിർത്തിക്കളയല്ലേ, ഇത് മുഴുവൻ കണ്ടേ പറ്റൂ. അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഗോഡ് ചൂസസ് അസ്. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം നമ്മളെ തിരഞ്ഞെടുപ്പ്, ഇലക്റ്റ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ തിരിച്ചൊരു വശമുണ്ട്. വി ഷുഡ് ഓൾസോ ചൂസ് ഹിം. നമുക്കും കർത്താവിനെ തിരഞ്ഞെടുക്കാൻ ഒരു മനസ്സുണ്ടാകണം. ദൈവം മാത്രം നമ്മളെ തിരഞ്ഞെടുത്താൽ പോരാ. ഇത് മ്യൂച്വലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ തിരിച്ചു സ്നേഹിക്കണ്ടേ? കർത്താവ് നമ്മുടെ പുറകെ നടക്കുക രക്ഷപ്പെടാൻ വേണ്ടി. നമ്മളും കർത്താവ് പറഞ്ഞ് ഫോളോ മീ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ബന്ധമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റി ഈസ് നെവർ എ റിലിജൻ, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. കേട്ടായിരുന്നോ? ക്രിസ്തീയത എന്ന് പറയുന്നതൊരു മതമല്ലെന്നേ. കുറേയധികം ചടങ്ങുകൾ ചെയ്ത്
ഇങ്ങനെ കുറേ ചട്ടങ്ങളും വട്ടങ്ങളും ആചാരങ്ങളും. നോ 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 നോ. ഇതൊരു പിതൃപുത്ര ബന്ധമാണ്. ഞാൻ അവർക്ക് പിതാവും അവർ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അതല്ലാതെ ക്രിസ്തീയത ഒരു മതമല്ല. ഞാനൊരു മതത്തിൻ്റെ മെമ്പറല്ല. ദൈവം ഒരു മതത്തിലും മെമ്പർഷിപ്പ് എടുത്തിട്ടുമില്ല. ചിലർക്കൊക്കെ പല മതങ്ങളിൽ പ്ലാറ്റിനം മെമ്പർഷിപ്പൊക്കെ എടുത്തു വച്ചിരിക്കുന്നു. ഈ സ്വർഗത്തിൽ പോകാൻ മതങ്ങളിലെ മെമ്പർഷിപ്പ് അല്ല വേണ്ടത്. സ്വർഗത്തിൽ പോകാൻ വഴിയും സത്യവും ജീവനുമായ യേശുവിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. വേറെ ഒരു മാർഗ്ഗമില്ലെന്ന് ബൈബിൾ പറയുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. എനിക്ക് വിശക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി കാൽവിനിസ്റ്റുകൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചൊരു സംഭവമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഇത് പിടിച്ചാണ് അവർ കുറേ കാര്യങ്ങൾ പറയും. വേറെയും കുറേ ഉണ്ട്, അതിലേക്കൊക്കെ വരാം. അർമീനിയൻസ് അതേ സമയത്ത് 2 പത്രോസ് 3:9 അവിടെ പറയുന്നത്, ഗാഡ് ഈസ് നോട്ട് വില്ലിങ് ദാറ്റ് എനി ഷുഡ് പെരിഷ്. ആരും നശിച്ചു പോകാൻ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് ദാറ്റ് ഓൾ ഷുഡ് കം ടു റിപ്പൻറ്റൻസ്. എല്ലാവരും മാനസാന്തരപ്പെടണമെന്നത്രേ ദൈവത്തിൻ്റെ ഇഷ്ടം. കണ്ടോ, ഇത് രണ്ട് ധ്രുവങ്ങളിൽ പോയി നിൽക്കുകയാണ്. ഞാനതാ പറഞ്ഞത്, ഇത് രണ്ടും ഒരു വെൽ ബാലൻസ്ഡ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും നോർമലായി സമചിത്തതയോടെ മര്യാദയ്ക്ക് ജീവിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ചിലതിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഈ കാൽവിനിസ്റ്റുകളിൽ അവരവതരിപ്പിച്ച ദൈവം ഒരു രാജാവാണ്. പക്ഷേ ഈ രാജാവ് പരമാധികാരി ആയതുകൊണ്ട് അദ്ദേഹം പേഴ്സണലി ഒരു വലിയ വിരുന്നുശാലയിലേക്ക് കുറേ അതിഥികളെ ക്ഷണിക്കുന്നു. എന്നിട്ട് ഗ്യാരൻറ്റീഡ് ഇൻവിറ്റേഷനാണ് അയക്കുന്നത്. അതായത് അവർക്ക് അയക്കുന്ന ഇൻവിറ്റേഷൻ ഗ്യാരൻറ്റീഡാണ്. അവർക്ക് എങ്ങനെയാലും പ്രവേശനമുണ്ട്. അങ്ങനെ ഒരു ബാങ്കറ്റ് നടത്തുന്ന ഒരു രാജാവ്. അങ്ങനെയാണ് കാൽവിനിസ്റ്റുകൾ അവതരിപ്പിക്കുന്നതെങ്കിൽ, പക്ഷേ അർമീനിയൻസ് പറയുന്നത് ദൈവം ഒരു രാജാവാണ്, ശരിയാണ്. പക്ഷേ അദ്ദേഹം, ഈ രാജാവ് ക്ഷണക്കത്തുകൾ അയക്കുന്നുണ്ട് തൻ്റെ ബാങ്കറ്റിലേക്ക്, വിരുന്നിലേക്ക് ഒത്തിരി പേർക്ക് ക്ഷണക്കത്തുകൾ അയക്കുന്നു. പക്ഷേ RSVP വെച്ചിട്ടാണ് അയക്കുന്നത്. RSVP എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ പങ്കെടുക്കും, എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ള മറുപടി. എന്ന് വെച്ചാൽ ഓപ്ഷൻ കൊടുക്കുകയാണ് അവർക്ക്. വരാം, വരാതിരിക്കാം, അപ് ടു യു. ഐ എം ഗിവിങ് യു എ ചോയ്സ്, ഐ എം ഗിവിങ് യു എൻ ഓപ്ഷൻ, ഐ ഡോണ്ട് കമ്പൽ യു. മറ്റേത് കമ്പൾസറിയാണ്, ഇല്ല തട്ടിക്കളയും എന്ന രീതിയിലാണ് ആറ്റിറ്റ്യൂഡ്. ഈ 2 രാജാക്കന്മാരും സോവറീനാണ്. ഈ 2 രാജാക്കന്മാരുടെ ചിത്രീകരണത്തിലും അവർ പരമാധികാരികളാണ്. പക്ഷേ their methods differ entirely. ഇവരുടെ മെത്തേഡുകൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ആദ്യത്തെ രാജാവ് ഓംനിപൊട്ടൻ്റാണ്, അപ്പോൾ തന്നെ സോവറീനാണ്. ഇന്ന ആളുകളെ ഇവിടെ കൊണ്ടുവന്നിരിക്കും, തൂക്കിയെടുത്ത് ഈ വിരുന്ന് സൽക്കാരത്തിൽ കൊണ്ടുവരും. മറ്റേത് അങ്ങനെയല്ല, മാന്യമാണ്, ജെൻറ്റിലാണ്, ഫെയറാണ്. ദിസ് ഈസ് ഓപ്പൺ ടു ഓൾ, യു കം. ആ രീതിയിൽ RSVP വെച്ച് ഇൻവിറ്റേഷൻ അയക്കുന്നത് പോലെയാണ്. ഇനി ചില വചനങ്ങളിലോട്ട് കയറാൻ പോവുക. ഈ ഡിബേറ്റിൽ ഇങ്ങനെ വലിയ പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മറന്നു പോകരുത്. തലവിധി, തലവര, തലയിലെഴുത്ത്, വിധി, എനിക്ക് വേറെ ഒന്നിനും നിവൃത്തിയില്ല എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ കാണണം, അതിലേക്കാണ് വരാൻ പോകുന്നത്. ചില വചനങ്ങളിലോട്ട് നമ്മൾ കയറാൻ പോവുക. റോമാലേഖനം 8:29, റോമൻസ് 8:29 അവിടെ കാണുന്നത്, ഫോർ ദോസ് ഗോഡ് ഫോർ ന്യൂ ഹി ഓൾസോ പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫോംഡ് ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ. മലയാളത്തിൽ, അവൻ മുന്നറിഞ്ഞവരെ. ബൈബിളുണ്ടെങ്കിൽ എടുത്തു വെച്ചോ, നോട്ട്ബുക്ക് എടുത്തു വെച്ചോ. ഈ വാക്യങ്ങളൊക്കെ ദയവായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബൈബിൾ ആപ്പിൽ നിന്ന് കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിലേക്ക് ഇടുക. ഇംഗ്ലീഷോ മലയാളമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഷൻ, NIV, KJV, NKJV, ആംപ്ലിഫൈഡ്, കോംപ്ലിഫൈഡ്, എന്ത് വേണേലും ഇട്ടോ. ഇവിടെ വായിക്കുന്നത് കണ്ടോ, അവൻ മുന്നേ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ യേശു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോടനുരൂപരാകുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. ഇവിടെയാണ് പ്രീഡെസ്റ്റൈൻഡ് എന്നുള്ള വേർഡ് വരുന്ന ഒരു ഭാഗം. ഓക്കെ, രണ്ടാമത് 30-ാമത്തെ വചനം, റോമൻസ് 8:30, ആൻഡ് ദോസ്
he predestined, he also called. Those he called, he also justified. Those he justified, he also glorified. Wow! ഇതിനെയാണ് പോൾസ് ഗോൾഡൻ ചെയിൻ ഓഫ് സാൽവേഷൻ എന്നറിയപ്പെടുന്നത്. പൗലോസിൻ്റെ രക്ഷയുടെ സുവർണ ചങ്ങല എന്നറിയപ്പെടുന്ന ഭാഗമാണിത്. മലയാളം നോക്കിയേ. മുൻനിയമിച്ചവരെ വിളിച്ചു, വിളികേട്ട് വന്നു. വിളിച്ചവരെ നീതീകരിച്ചു, അവരെ ഉടനെ തന്നെ ജസ്റ്റിഫൈ ചെയ്തു. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആസ് ഇഫ് ദേ ഹാവ് നെവർ സിൻഡ്, പാപങ്ങളെല്ലാണ്ട് മോഹിച്ചു കൊടുത്തു. നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരെ അവൻ എന്ത് ചെയ്തു? തേജസ്കരിച്ചു, ഗ്ലോറിഫൈ ചെയ്തും ഇരിക്കുന്നു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആ ചെയിൻ ഒന്ന് മനസ്സിലാക്കിയ, ഫോർ നോളജ്, പ്രീഡെസ്റ്റിനേഷൻ, കോളിംഗ്, ജസ്റ്റിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. ഇതൊരു ചെയിനാണ്. ആദ്യം എവിടെ തുടങ്ങുന്നത്? ഫോർ നോളജ്. ദൈവം മുന്നമേ കണ്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പ്, ഇതൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം എന്ത് ചെയ്തു? ചിലരെ കണ്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഗോഡ് ലിവ്സ് ഔട്ട് ഓഫ് ടൈം. നമ്മൾ സമയത്തിനകത്താണ് ജീവിക്കുന്നത്, ദൈവം ജീവിക്കുന്ന സമയത്തിൻ്റെ വെളിയിലാണ്. അതിൻ്റെ പേരെന്താണ്? ഇറ്റേണിറ്റി. ദൈവം ജീവിക്കുന്ന നിത്യതയിലാണ്, നമ്മൾ ജീവിക്കുന്നത് ടൈമിൻ്റെ അകത്താണ്. ടൈമിൻ്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചെയിൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഫോർ നോളജ്, പ്രീഡെസ്റ്റിനേഷൻ, കോളിംഗ്, ജസ്റ്റിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. ആ ഓർഡർ നോക്കുക. ആദ്യം മുന്നറിഞ്ഞു. എന്താ അറിഞ്ഞത്? ഇവൻ രക്ഷിക്കപ്പെടും, ഇവൻ രക്ഷിക്കപ്പെടില്ല. അത് ദൈവത്തിന് നേരത്തെ അറിയാം. ആരൊക്കെ വിശ്വാസത്തിൽ വരും, താൻ അയക്കുന്ന പുത്രനിൽ വിശ്വസിക്കും എന്നുള്ളത് ദൈവത്തിന് നേരത്തെ അറിയാം. ബിക്കോസ് ഹീ ഈസ് ഓംനിഷ്യൻറ്റ്. സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാമല്ലോ. അപ്പോൾ മുന്നറിഞ്ഞവരെയാണ് മുൻ നിയമിച്ചത്. ടൈപ്പ് ചെയ്തിട്ടേ എല്ലാവരും ഒന്ന്. മുന്നറിഞ്ഞവരെയാണ് ദൈവം മുൻ നിയമിച്ചത്. വളരെ ക്ലിയർ അല്ലേ? കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഇടുക. ഗോഡ് പ്രീഡെസ്റ്റൈൻഡ് ദോസ് whom he foreknew. എല്ലാവരും ഒന്ന് വാവ് എന്ന് പറഞ്ഞേ. ദിസ് ഈസ് എ ഗ്രേറ്റ് റെവലേഷൻ. മുന്നറിഞ്ഞവരെയാണ് അവൻ മുൻ നിയമിച്ചത്, അല്ലാതെ തോന്നിയവരെയല്ല, ഇഷ്ടപ്പെട്ടവരെയല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളവരെയല്ല അവൻ മുൻ നിയമിച്ചത്, മുന്നറിഞ്ഞവരെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഇത് ഗ്രഹിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. അവരെ വിളിച്ചു, അവരെ നീതീകരിച്ചു, അവരെ തേജസ്കരിക്കുന്നേ. അടുത്തത് എഫേസ്യ ലേഖനം 1:5. In love, he predestined us for adoption to sonship through Jesus Christ in accordance with his pleasure and will. മലയാളത്തിൽ വായിക്കുമ്പോൾ 5ഉം 6ഉം ചേർത്ത് വായിച്ചാലേ പൂർണ്ണാർത്ഥം കിട്ടുള്ളൂ. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്, ഇവിടെ അഡോപ്ഷനിലോട്ട് കയറി, ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. എനിക്ക് ലഹരി പിടിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അവിടെ പറയാം കേട്ടോ, തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്, അഡോപ്റ്റ് ചെയ്യേണ്ടതിന് അവൻ, പിതാവായ ദൈവം, പ്രിയനായവനിൽ യേശുവിൽ നമുക്ക് സൗജന്യമായി, ഫ്രീ ആയി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, സ്നേഹത്തിൽ. എങ്ങനെയാ? ഔട്ട് ഓഫ് ഹിസ് ലവ്, ഔട്ട് ഓഫ് ഹിസ് ട്രെമൻഡസ് ലവ് നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഐ ആം റിയലി എക്സൈറ്റഡ്. അടുത്തത് കേട്ടോ, എഫേസ്യ ലേഖനം 1:11. അവിടെ പറയുന്നത്, ഇൻ ഹിം വി വർ ഓൾസോ ചോസൻ, having been predestined according to the plan of him who works out everything in conformity with the purpose of his will. എൻ്റെ മലയാളം എഫേസ്യ ലേഖനം 1:11-12 വായിക്കുവാണ്. അവനിൽ, ക്രിസ്തുവിൽ നാം അവകാശവും പ്രാപിച്ചു. ഇൻഹെറിറ്റൻസ് കിട്ടിയത്, പിതാവിൻ്റെ അവകാശം നമുക്ക് കിട്ടി. അറിഞ്ഞായിരുന്നോ? ഒത്തിരി പേര് കിടന്ന് കരയുമല്ലേ, എനിക്ക് അവകാശം കിട്ടിയില്ല, എനിക്ക് എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്തു, അമ്മ ഇങ്ങനെ ചെയ്തു, ചേട്ടൻ പറ്റിച്ചുകൊണ്ട് പോയി. അവിടെ നിൽക്കട്ടെ, സ്വത്തുക്കളുടെ അപഹാരം പോലും ചില സമയത്ത് നമ്മളങ്ങോട്ട് സഹിക്കേണ്ടി വരും. അതിനൊരു കാരണമുണ്ട്.
ഈ കാണുന്ന സകല പ്രോപ്പർട്ടി നമ്മുടെ സ്വർഗത്തിലെ പിതാവിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയാമോ? ഇലോൺ മസ്കിൻ്റെ പ്രോപ്പർട്ടി അല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, നമ്മുടെ ബിൽ ഗേറ്റ്സിൻ്റെ പ്രോപ്പർട്ടി അല്ല, അല്ലെങ്കിൽ വലിയ വലിയ പണക്കാരുടെ പ്രോപ്പർട്ടിയൊന്നുമല്ല. ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിക്കപ്പെട്ട അദൃശ്യവും ദൃശ്യവുമായ സ്വർഗത്തിലെയും ഭൂമിയിലെ സകലത്തിൻ്റെയും ഓണർ നമ്മുടെ സ്വർഗത്തിലെ പിതാവാണ്. ആ അവകാശം ക്രിസ്തുവിൽ നമുക്ക് കിട്ടി. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിനു തന്നെ ഒരായുസ് മൊത്തം ഇരുന്ന് ധ്യാനിച്ചാലും പിന്നെയും ധ്യാനിക്കേണ്ടി വരും. നിത്യതയിൽ പോയി അവിടെ ഇരുന്നും കൂടി ധ്യാനിക്കേണ്ടി വരാനുള്ള വകുപ്പ് ഈ വാക്യങ്ങളിലുണ്ട്. ഓക്കെ, അഞ്ചാമത്തേത് അടുത്ത വചനഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 4:28. അതിന് മുമ്പൊന്നും പറഞ്ഞോട്ടെ, ഇതിൽ ഓരോന്നും ഒരു ഫോക്കസ് ഉണ്ട്. എന്ത് പ്രീഡെസ്റ്റൈൻ ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ആദ്യത്തേതിൽ ബിലീവേഴ്സ് കൺഫോംഡ് ടു ക്രൈസ്റ്റ് ഇമേജ്. എന്തിനു വേണ്ടിയാണെന്ന്, അതായത് റോമർ 8:29 ഈ മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മുന്നറിഞ്ഞ് മുൻനിയമിച്ച് എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് റോമർ 8:30 പറയുന്നത് ആ മുൻ നിയമിച്ചവരെ എന്ത് ചെയ്തു? വിളിച്ചു, തേജസ്കരിച്ചു എന്നൊക്കെ പറയുന്ന ആ ചെയിൻ, അതാണ് കാണുന്നത്. അത് കഴിഞ്ഞ് എഫേസ്യർ 1:5 അഡോപ്ഷൻ ആസ് സൺസ് ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ നമുക്കുള്ള ദത്തെടുപ്പ്, അതിൻ്റെ മുൻ നിയമനമാണ്, മുൻ നിർണയമാണ് കാണുന്നത്. നാലാമത് എഫേസ്യർ 1:11 നമ്മൾ കാണുന്നത് ഇൻഹെറിറ്റൻസ്, അവകാശം. ഇൻഹെറിറ്റൻസ് അക്കോർഡിംഗ് ടു ഗോഡ്സ് പർപ്പസ്, ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമുള്ള അവകാശത്തിന് വേണ്ടി ദൈവം നമ്മെ മുൻ നിയമിച്ചു എന്ന് കാണുന്നു. പിന്നെ കാണുന്നത് അഞ്ചാമത്തെ ഒരു ഭാഗം പറയാം, ദ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ്, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നേരത്തെ നിശ്ചയിച്ചതാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 4:28 ദേ ഡിഡ് വാട്ട് യുവർ പവർ ആൻഡ് വിൽ ഹാഡ് ഡിസൈഡഡ് ബിഫോർ ഹാൻഡ് ഷുഡ് ഹാപ്പൻ. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 4:28 നമ്മൾ വായിക്കുന്നെങ്കിൽ, സംഭവിക്കണമെന്ന് നിൻ്റെ കയ്യും നിൻ്റെ ആലോചനയും മുൻ നിയമിച്ചത് ഒക്കെയും ചെയ്തിരിക്കുന്നു സത്യം. പിതാവായ ദൈവം നേരത്തെ നിശ്ചയിച്ചിരുന്നൊരു കാര്യമാണ് യേശുവിൻ്റെ ക്രൂശീകരണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. ഇനി അടുത്ത ഒരു കാര്യം നോക്കാം, 1 Corinthians 2:7. അവിടെ പറയുന്നൊരു കാര്യം രസകരമാണ്. നോ, വി ഡിക്ലെയർ ഗോഡ്സ് വിസ്ഡം, എ മിസ്റ്ററി ദാറ്റ് വാസ് ഹിഡൻ ആൻഡ് ദാറ്റ് ഗോഡ് ഓർഡെയിൻഡ് ബിഫോർ ടൈം ബിഗാൻ ഫോർ ആ ഗ്ലോറി. മലയാളം 1 Corinthians 2:7. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്ര മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇവിടെ മുൻ നിയമിച്ചത് എന്തായിരുന്നു? ദ ഹിഡൻ വിസ്ഡം എന്ന് വെച്ചാൽ ദ ഗോസ്പൽ മെസ്സേജ്, അതിലൂടെ വരുന്ന വിസ്ഡം, ഓർഡെയിൻഡ് ഫോർ അവർ ഗ്ലോറി, നമ്മുടെ മഹത്വത്തിന് വേണ്ടി വെച്ചിരുന്നത്. നമ്മൾ കാണുന്ന ഈ പ്രീഡെസ്റ്റിനേഷൻ എന്നുള്ളൊരു വേർഡ് ബൈബിളിലില്ല. പ്രീഡെസ്റ്റൈൻ എന്നുള്ള വെർബൽ ഫോമാണ് ഇതിലെല്ലാം നമ്മൾ കാണുന്നത്. അങ്ങനെ 6 പ്രാവശ്യമാണ് പ്രധാനമായി ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ 1-2 സ്ഥലങ്ങളിലുണ്ടെന്ന് വെച്ചു. ചുരുക്കി പറഞ്ഞാൽ ചില പാസേജുകളിലായിട്ട് 4 പാസേജുകളിലായിട്ട് 6 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആ രീതിയിൽ വരുന്ന മറ്റ് ചില ഇത് കൂടിയൊക്കെ ഉണ്ടെന്ന് വെച്ചു. ഇതിൻ്റെ പേരിലാണ് നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ഈ ഭയങ്കര ഡിബേറ്റ് നടക്കുന്നത്. ദൈവം ചിലരെ മാത്രം സ്വർഗത്തിന് വേണ്ടി, ചിലരെ നരകത്തിന് വേണ്ടിയിട്ടും ദൈവം നേരത്തെ കണ്ട് നിയമിച്ച് വിധിച്ചു വച്ചിരിക്കുന്നു എന്ന ടീച്ചിങ്ങിലേക്ക് പലരും പോകുന്നു, അതിൻ്റെ എതിർ ടീച്ചിങ്ങിലേക്ക് പോകുന്നു. ഇനി അടുത്ത ചില പാസേജുകൾ കൂടെ പെട്ടെന്നൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഇത്തിരി പരന്നു പോകുന്ന എന്തെന്ന് വെച്ചാൽ ശരിയായൊരു ലാൻഡിങ് നടത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു വ്യാപ്തിയിൽ ഇതറിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അപ്പോസ്തല പ്രവൃത്തികൾ 13:48 അടുത്തത്. ആക്ട്സ് 13:48. When the Gentiles heard this, they were glad and honored the word of the Lord. And as many as had been appointed for eternal life believed. അടുത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 13:48. അവിടെ ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. ഇത് വായിക്കുമ്പോഴും ചിലരെ മാത്രം
നിത്യജീവന് വേണ്ടി ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നൊരു തോന്നലാണ് നമുക്ക് വരുന്നത്. പക്ഷേ ഹൂ ആർ ദ അപ്പോയിൻറ്റഡ് ഫോർ ഇറ്റേണൽ ലൈഫ്? അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ആരെയാണ് നിയമിച്ചു വെച്ചത്? ദോസ് ഹൂ ചൂസ് ടു ബിലീവ്. സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോൾ ആരെല്ലാം ഹൃദയം തുറന്ന് ദൈവത്തെ സ്വീകരിക്കുമോ അവരാണ് ഈ മുൻ നിയമിക്കപ്പെട്ടവർ എന്ന് ഉദ്ദേശിക്കുന്നത്, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. അത് ആർക്കും ആകാം. ആര് അതിലേക്ക് വന്നാലും അവരുടെ മേൽ ആ നിയമനം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തൊരു ഭാഗം കൂടെ, മാത്യു 15:13 അവിടെ പറയുന്നത്, ബട്ട് ഹി ആൻസർഡ് ആൻഡ് സെഡ്, ദിസ് ഇസ് ജീസസ്, എവറി പ്ലാന്റ് വിച്ച് മൈ ഹെവൻലി ഫാദർ ഹാസ് നോട്ട് പ്ലാന്റഡ് വിൽ ബി അപ്രൂട്ടഡ്. അവിടെ പറയുന്നത് മത്തായി 15:13 ഈ വാക്യങ്ങൾ പറയുന്നതെല്ലാം കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടുകൊണ്ടേയിരിക്കുക. ഒത്തിരി പേരത് കാണട്ടെ. ചിലർക്കൊക്കെ പെട്ടെന്ന് എഴുതിയെടുക്കാനും കണ്ടുപിടിക്കാനൊക്കെ പാടാണ്. അതുകൊണ്ടാണ് ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നത്. ഇതിനൊക്കെ പ്രതിഫലം ഉണ്ടെന്നേ. മത്തായി 15:13, അതിന് അവൻ, അഥവാ യേശു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോവും. അപ്പോൾ അവിടെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ട വൃക്ഷവും നട്ടിട്ടില്ലാത്ത വൃക്ഷവും എന്നൊരു ധ്വനി വരുന്നുണ്ട്. പക്ഷേ ഹൂ ആർ ദോസ് ഹൂ ആർ പ്ലാന്റഡ് ബൈ ദ ഫാദർ? ആരെയാണ് പിതാവ് നട്ടത്? അഗെയിൻ, ദോസ് ഹൂ ബിലീവ് ഇൻ ഹിം. ഈ പിതാവിൻ്റെ വിളിവ് കേട്ട്, പുത്രൻ്റെ വിളിവ് കേട്ട്, സുവിശേഷം കേട്ട് വിശ്വസിക്കാനായി സമർപ്പിച്ചവരെയാണ് ഈ നട്ടെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. അതാണ് ആ ഭാഷാപ്രയോഗത്തിൻ്റെ അർത്ഥം. ഇനി നിങ്ങളെല്ലാവരെയും കൂടെ ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവുക. ആർ യു റെഡി? കം വിത്ത് മീ. ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് ചാപ്റ്റർ 10, 34 and 35. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൻ്റെ 34-35 അവിടെ പറയുന്നത്. ദെൻ പീറ്റർ ബിഗാൻ ടു സ്പീക്ക്. പത്രോസ് സംസാരിക്കാൻ തുടങ്ങി. ഐ നൗ റിയലൈസ് ഹൗ ട്രൂ ഇറ്റ് ഈസ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് ഷോ ഫേവറിറ്റിസം but accepts from every nation the one who fears him and does what is right. അയ്യോ, ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇത് പത്രോസാണ്. പത്രോസ് വിശ്വസിച്ചിരുന്നത് യഹൂദന്മാർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നാണ്. കർത്താവ് ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കും. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന ഭാഗങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനെയാണ് നമ്മൾ ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് കമ്മീഷനിൽ ലോകത്തിൽ സകല സൃഷ്ടികളോടും സകല ജാതികളോടും സുവിശേഷം പറയാനും കർത്താവ് ഉപദേശിച്ചൊക്കെ പഠിപ്പിക്കാനുമുള്ള കമ്മീഷനുണ്ട്. അതാണ് ഗ്രേറ്റ് കമ്മീഷൻ. എന്നിട്ടും പെന്തക്കോസ്ത് നാളിന് ശേഷം എനിക്ക് തോന്നുന്നൊരു 11-13 വർഷം പത്രോസ് യഹൂദരല്ലാത്ത ആരോടും സുവിശേഷം പറഞ്ഞിട്ടില്ല. കാരണം പത്രോസ് വിശ്വസിക്കുന്നത് യഹൂദന് മാത്രമേ രക്ഷയുള്ളെന്നാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ അദ്ദേഹം നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കിച്ചണിൽ സ്ത്രീകളൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഗസ്റ്റായിട്ട് തോൽക്കൊല്ലനായ ശിമോൻ്റെ വീട്ടിലെന്തോ അദ്ദേഹം താമസിക്കുമോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ഒരു വിഷൻ കാണിച്ചു, ഒരു ഓപ്പൺ വിഷൻ. അതിൽ സ്വർഗത്തിൽ നിന്നും ഒരു ഷീറ്റ് പോലെ, ഒരു തുപ്പട്ടി പോലെ ഒന്ന് ഇറങ്ങി വരുന്നു. സകലവിധ നാൽക്കാലികളും ഇഴജാതികളും പറവജാതികളും എല്ലാം അതിനകത്തുണ്ട്. അറുത്ത് തിന്നുക ഒരു ശബ്ദം കേട്ടു. പത്രോസ് നോവേ, ഞാൻ തിന്നില്ല. ഇങ്ങനെയുള്ള അശുദ്ധമായ സാമഗ്രികളെ ഒരു യഹൂദനായ ഞാൻ കഴിക്കില്ല. കാരണം മോശ വ്യക്തമായി ലേവ്യപുസ്തകത്തിലേക്ക് എഴുതിയിട്ടുണ്ട്. ശുദ്ധിയുള്ള മൃഗങ്ങളുണ്ട്, ശുദ്ധിയില്ലാത്തതുണ്ട്. ശുദ്ധിയുള്ള പറവകളുണ്ട്, ഇല്ലാത്ത. അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഒന്നും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. വീണ്ടും അത് പൊങ്ങിപ്പോയി വീണ്ടും ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു അറുത്ത് തിന്നുക. പത്രോസ് വീണ്ടും ഞാൻ കഴിക്കില്ല, ഞാനൊരു യഹൂദനാണ്. അശുദ്ധമായതൊന്നും ജാതികളോടൊപ്പം ഒരു മേശയിൽ ഞാൻ ഭക്ഷണം പോലും അതായത് യഹൂദരല്ലാത്ത ഒരാളോടൊപ്പം ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. വീണ്ടും കയറിപ്പോയി, വീണ്ടും അത് ഇറങ്ങി വന്നു. അറുത്ത് തിന്നുക. കർത്താവേ, ഞാനിങ്ങനെയുള്ള ഒന്നും കഴിക്കില്ല. പക്ഷെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ് ദൈവം ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് എണ്ണരുതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ നിന്നൊരു ടീം വരുന്നു, കൊണ്ടുപോകുന്നു, അവിടെ സുവിശേഷം പറയുന്നു,
പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുണ്ടാകുന്ന ആ കോണ്ടെക്സ്റ്റിലാണ് പത്രോസ് അയ്യോ നൗ ഐ റിയലൈസ്, എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്ത്, ഹൗ ട്രൂ ഇറ്റ് ഈസ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് ഷോ ഫേവറിറ്റിസം. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും. അതിനുശേഷം അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഏത് ജാതിയിലും, യഹൂദജാതി മാത്രമല്ല, യവനജാതി മാത്രമല്ല, ബർബരന്മാർ മാത്രമല്ല, ഏഷ്യക്കാരും പാർത്ഥ്യന്മാരും ആഫ്രിക്കക്കാരും ഈജിപ്തുകാരും സകല മനുഷ്യർ, സകല ജാതിയിലും അവനെ ഭയപ്പെട്ട്, ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവൻ അംഗീകരിക്കുന്നു, കർത്താവ് സ്വീകരിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഏകദേശം ഒരു പിക്ചർ കിട്ടിയോ? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീഡെസ്റ്റിനേഷൻ, മുൻനിയമനം എന്നുള്ള വാക്ക് വളരെ പരിമിതമായ സ്ഥലത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ വേർഡ് കൃത്യമായി ഇപ്പോൾ കിങ് ജെയിംസ് വേർഷനൊക്കെ എടുക്കുകയാണെങ്കിൽ കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള 6 സ്ഥലമുള്ളൂ. 4 വചനങ്ങളിലായി 6 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആ ചുവ വരുന്ന ചിലതൊക്കെ ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചു. ഇനി എലക്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വൃതന്മാർ എന്നുള്ള പ്രയോഗം മൊത്തം ബൈബിൾ എടുത്താൽ 27 പ്രാവശ്യമുള്ളൂ. ആകപ്പാട് 27 പ്രാവശ്യമുള്ളൂ. എന്നാൽ മേഴ്സി, ഗ്രേസ് തുടങ്ങിയ ഫാമിലിയിൽപ്പെട്ട വാക്കുകൾ എന്ന് വെച്ചാൽ മേഴ്സി, മേഴ്സിഫുൾ, ഗ്രേസ്, ഗ്രേഷ്യസ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ 550-ലധികം പ്രാവശ്യമുണ്ട്. കേട്ടായിരുന്നോ? ഹലോ. ഈ ജോൺ കാൽവിനും കൂട്ടരെല്ലാം കൂടി ഈ തലവിധി കൊണ്ടുവരാൻ വേണ്ടി, തലവര കൊണ്ടുവരാൻ വേണ്ടി, ചിലർക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് റൈറ്റാണ് സാൽവേഷൻ എന്ന് കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ പുറകിൽ പ്രവർത്തിച്ച പിശാചാണെന്നുള്ളത് വ്യക്തമാണ്. ആ ഉപദേശം കൊണ്ടുവരാൻ വേണ്ടി ഈ ഏതാനും വാക്യങ്ങളെടുത്താണ് ഇത് മുഴുവൻ തകർക്കുന്നത്. എന്നാൽ സകലർക്കുമുള്ള, കൃപയാലുള്ള, ദൈവത്തിൻ്റെ കരുണയാലുള്ള, ഓപ്പണായിട്ടുള്ള, യൂണിവേഴ്സലായിട്ടുള്ളൊരു സാൽവേഷൻ്റെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എത്ര? 550-ലധികം പ്രാവശ്യമാണ് അങ്ങനെയുള്ള പരാമർശങ്ങൾ ബൈബിളിലുള്ളത്. പറ്റുവാണെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കൈയൊക്കെ അടിച്ച് കരങ്ങളൊക്കെ ഉയർത്തി ഒരു പാട്ടൊക്കെ പാടി ദൈവത്തെ അങ്ങ് സ്തുതിച്ചു. ദൈവത്തിൻ്റെ രക്ഷ അത്ര വലുതാണ്, അത്ര പരന്നതാണ്, അത്ര ഓപ്പണാണ്, എല്ലാവർക്കും ഉള്ളതാണ്. ഇനി അടുത്ത ചില വചനഭാഗങ്ങൾ ഇതുപോലെ തന്നെ എടുത്ത് ചിലരെ കുരുക്കാനുള്ള ഉപദേശങ്ങളുണ്ട്. അതിലൊന്ന് റോമലേഖനം 9-ാം അധ്യായത്തിൻ്റെ 13-14 വചനങ്ങളാണ്. ഇതിനു വേണ്ടി എടുത്തുകൊണ്ട് വരുന്ന ചില വചനങ്ങൾ. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് റിട്ടൺ, ജേക്കബ് ഐ ലവ്ഡ് ബട്ട് ഈശോ ഐ ഹേറ്റഡ്. വാട്ട് ദെൻ ഷാൽ വി സേ? ഈസ് ഗോഡ് അൺജസ്റ്റ്? നോട്ട് അറ്റ് ഓൾ. ഫോർ ഹി സേസ് ടു മോസസ്, ഐ വിൽ ഗിവ് mercy on whom I have mercy, and I will have compassion on whom I have compassion. റോമലേഖനം 9, 13, 14 നിങ്ങളുടെ ബൈബിളിലൊക്കെ എടുത്ത് നോക്കി. ഇതൊക്കെ ഒന്ന് എടുത്ത് കമൻറ്റ് സെക്ഷനിൽ ഇടണേ. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു, അവനെ ഞാൻ വെറുത്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. ഇതാണ് അടുത്തൊരു ഭാഗം. ചിലരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹിക്കുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്ന, അവർ അനുഗ്രഹിക്കപ്പെട്ട് ഭയങ്കര ഇതായിട്ട് ജീവിക്കുക. മറ്റവരെ ദൈവം വെറുത്തേക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ വിധി, തെരഞ്ഞെടുപ്പ് ഈ ഭൂമിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുറേ പേരിങ്ങനെ ദുരിതത്തിൽ കിടക്കുന്നതും, ചിലർക്ക് ഭയങ്കര അല്ലലില്ലാതെ സുഖിച്ചവർ ജീവിക്കുന്നവർക്ക് ഭയങ്കര അനുഗ്രഹവും ഭയങ്കര വിടുതലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ടീച്ചിങ്ങും ഇതിനിടയിൽ വരാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവം തൻ്റെ പരമാധികാരത്തിൽ ചിലരെ അങ്ങ് തിരഞ്ഞെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇത് ട്വിൻസാണ്. ആ ട്വിൻസ് രണ്ടും കൂടി ഒരുപക്ഷെ മിനിറ്റുകൾക്ക് വ്യത്യാസത്തിലായിരിക്കും പുറത്തേക്ക് വന്നത്. ആദ്യം വന്നത് ഏശാവാണ്, അതുകൊണ്ട് അവന് മൂത്തവൻ എന്ന് അറിയപ്പെടുന്നു. ജേക്കബ് അഥവാ യാക്കോബിൻ്റെ പുറകെ വന്നു, മറ്റേ അദ്ദേഹത്തിൻ്റെ കാലെ പിടിച്ചുകൊണ്ടൊക്കെ വന്നത്. പക്ഷേ ഈ പൈതങ്ങൾ അഥവാ ഈ ശിശുക്കൾ, ഈ കുഞ്ഞുങ്ങൾ ജനിച്ച് കുഞ്ഞുങ്ങൾ വളർന്ന് ഗുണമോ ദോഷമോ എന്ത് ചെയ്യുന്നതിന് മുൻപും അവരെക്കുറിച്ചുള്ളൊരു വിധി ദൈവം പുറപ്പെടുവിച്ചിരുന്നു. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നും ഏശാവിനെ ഞാൻ തള്ളിയിരിക്കുന്നെന്നും
യാക്കോബിനെ ഞാൻ ഇഷ്ടപ്പെട്ട് എൻ്റേതാക്കി മാറ്റിയിരിക്കുന്നുവെന്നും എന്നുള്ള ഒരു രീതി അവിടെ കാണുന്നുണ്ട്. ഇതിൽ ദൈവം പാർഷ്യാലിറ്റി കാണിക്കുന്നില്ലേ? ഇങ്ങനെയല്ല ഇപ്പോഴും എല്ലാവരോടും ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് പരീക്ഷ എഴുതുന്നു, കുറച്ച് പേര് നല്ല രീതിയിൽ ഒത്തിരി പഠിച്ചിട്ടും ചിലർ ശരിയാകുന്നില്ല. ചിലർ ഒത്തിരി പഠിച്ച് ഡിഗ്രികളെടുത്തിട്ടും അവർക്ക് എങ്ങ് എത്തിച്ചേരാൻ നല്ലൊരു ജോലി കിട്ടുന്നില്ല, ഒരു ഗവൺമെൻറ് ജോലി കിട്ടുന്നില്ല, ഉയരങ്ങളിലെത്തുന്നില്ല. എന്നാൽ മറ്റൊരത്തരം പഠിച്ചില്ല, തല്ലിപ്പൊളിയായിട്ട് അവിടെ ഇവിടെ തേരാപ്പാര നടന്നിട്ട് ഇതേ കയറിപ്പോയി. അപ്പോൾ ദൈവം ചിലർക്ക് വേണ്ടി ഇങ്ങനെ വിധിച്ചു വച്ചേക്കുവാണോ? ചിലരിങ്ങനെ തഴയുന്നു. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉത്തരം ഇന്ന് കിട്ടും. മുഴുവൻ കാണണം. മുഴുവൻ കാണുക മാത്രമല്ല, ഏറ്റവും അവസാനം ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകുവാണെങ്കിൽ കുറച്ച് പേർക്ക് ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് അവരെയും കൂടി രക്ഷപ്പെടുത്തണം എന്നൊരു റിക്വസ്റ്റാണ് എനിക്കുള്ളത്. ഇനി ഞാനൊരു കാര്യം പറയാം, ബാക്കിയുള്ള വിശദീകരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്. ഇത് നമ്മളെടുത്തത് റോമാലേഖനം 9 നിന്നാണ്. റോമാലേഖനം വളരെ വിശദമായി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകൾ ബ്ലെസ്സിങ് ടുഡേ ചാനൽ കിടപ്പുണ്ട്. റോമാലേഖന പഠനം പരമ്പരയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 16 അധ്യായങ്ങളും ഓരോ വാക്യങ്ങളെടുത്ത് പഠിപ്പിച്ചത് കിടപ്പുണ്ട്. സോഷ്യൽ മീഡിയയിലുണ്ട്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അന്ന് പറഞ്ഞൊരു കാര്യമാണ്, പല യൂണിറ്റുകളായിട്ടാണ് അതിൻ്റെ ചാപ്റ്ററുകൾ നമ്മൾ തിരിച്ചത്. അതിൽ 9, 10, 11 3 അധ്യായങ്ങൾ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തെന്നും ദൈവത്തിൻ്റെ ഒരു മഹാതെരഞ്ഞെടുപ്പാണെന്നും സർവ്വജാതികളിൽ നിന്നൊരു സ്പെഷ്യലായി അവർക്ക് ന്യായപ്രമാണം കൊടുത്തു, അവർക്ക് കൽപ്പനകൾ കൊടുത്തു, അവരിൽ നിന്നും മശീഹ വന്നു. അവർ ഭയങ്കര പ്രിവിലേജായിട്ട് ഒരു ജാതിയെ തിരഞ്ഞെടുത്തതാണ് യഹൂദൻ. എന്നാൽ ഇടക്കാലത്ത് വെച്ച് യഹൂദൻ മശീഹയെ തള്ളി. അതോടുകൂടെ കർത്താവ് ജാതികളെ ചേർത്ത് പിടിച്ചു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതെല്ലാവർക്കും കൊടുത്തേക്കാം. ഇവരിലൂടെയാണ് രക്ഷകനും രക്ഷയും ഈ ഭൂമിയിലേക്ക് വരേണ്ടത്. കേട്ടില്ല? അപ്പോൾ അതുകൊണ്ട് അതെന്താ അങ്ങനെ? അതിനൊരു കാരണമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് 7 പിള്ളേർ ഒരാൾക്ക്. അപ്പോൾ അപ്പൻ പുറത്തു പോയി തിരിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി തിരിച്ചു വരിക, കുറേ മിഠായി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ അപ്പൻ ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാൽ അതിൽ ഒരു മോനെയും വിളിച്ചു. വെറുതെ ഞാൻ അറ്റ് റാൻഡം പറയാം. 3ാമത്തെ മോനെയും വിളിച്ചു. മോനെ ഇതെല്ലാവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞു. തെറ്റുവല്ലോ ഉണ്ടോ? ഒന്നുമില്ല, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഒരാളെ വിളിച്ച് മറ്റുള്ളവർക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തി. ഇത്രേ ഉള്ളൂ. ഇതാണ് ദൈവം ചെയ്തത്. പല ജാതികൾ ഭൂമിയിലുണ്ട്. പക്ഷേ ഒരു ജാതിയെ തിരഞ്ഞെടുത്തിട്ട് അവരിലൂടെ ഈ ഡിസ്ട്രിബ്യൂഷൻ, രക്ഷ എന്ന ഈ ദാനം, ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു. ദാറ്റ് ഈസ് ഗോഡ്സ് മെത്തേഡ്. അതിൽ വല്ല തെറ്റുമുണ്ടോ? ഒരു തെറ്റുമില്ല. ഇനി യഹൂദജാതിയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ടോ? നത്തിങ്. മറ്റ് ജാതികളെക്കാൾ ഒരു ക്വാളിറ്റിയും അവർക്കില്ല. അവരാണ് ഏറ്റവും കൂടുതൽ ദൈവത്തെ ഉപദ്രവിച്ചതും ദൈവത്തിനെതിരെ നിന്നതും മത്സരിച്ചതും വിഗ്രഹാരാധനയിലേക്ക് പോയതും ദൈവം അയച്ച രക്ഷകനെ കൊന്നതും എല്ലാവരാ. ഒരു ക്വാളിറ്റി ഉണ്ടായിട്ടില്ല. ദാറ്റ് ഈസ് പ്യുവർ ഗ്രേസ്, പ്യുവർ മേഴ്സി. അപ്പോൾ അതിലൊന്നും നമുക്ക് തർക്കിക്കാനൊന്നുമില്ല. അതെല്ലാവർക്കും ഉള്ളത്, രക്ഷ എല്ലാവർക്കും ഉള്ളത്. ഇതാണ് ഇവിടെ സംഭവിക്കുക. അപ്പം ഞാൻ പറയാൻ കാരണം, യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും കാര്യം പൗലോസ് ഇവിടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? 1-ാം അധ്യായം മുതൽ ഈ രക്ഷ സൗജന്യമായി കിട്ടുന്ന നീതിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഒരു മനുഷ്യനും ഒരുത്തൻ്റെ രക്ഷയില്ല, എല്ലാവരും പാപം ചെയ്ത് പോക്കാണ്. എന്നാൽ ഇതിൽ നിന്ന് പതുക്കെ വിശ്വാസത്താലുള്ള നീതീകരണം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട കാര്യവും സ്നാനപ്പെടുന്ന കാര്യവും എല്ലാം പറഞ്ഞ് 7-ാം അധ്യായത്തിൽ ഈ ഒരു വിവാഹത്തിൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് ന്യായപ്രമാണം, ആ ന്യായപ്രമാണം ആദ്യം കിട്ടി. പക്ഷേ അത് ഒരു നമ്മളെ എങ്ങനെ ഉപദ്രവിച്ചെന്നും പിന്നെ ക്രിസ്തു എന്ന ഒരു പുരുഷൻ വന്ന് നമ്മളെ കല്യാണം കഴിച്ച കാര്യമൊക്കെ പറഞ്ഞു 8-ാം അധ്യായത്തിലേക്ക് പറഞ്ഞ് കൃപയുടെയും ജീവൻ്റെ ആ വലിയ പ്രമാണം നമുക്ക് കിട്ടിയ കാര്യമെല്ലാം പറഞ്ഞതിൻ്റെ ക്ലൈമാക്സിലെത്തിച്ചിട്ട് പെട്ടെന്ന് പൗലോസ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇസ്രായേലിൻ്റെ രക്ഷ. അവിടെ അദ്ദേഹം പറയുകയാണ്, ആദ്യം മുതൽ, അഥവാ ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യം തുടങ്ങി ഇങ്ങനെ വന്ന് അബ്രഹാം മുതൽ ദൈവം ഒരു
പ്രത്യേക പ്രോജക്റ്റ് ആരംഭിച്ചു. എന്താണത്? ഈ ഭൂമിയിലേക്ക് രക്ഷകനെ അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക ജിനിയോളജിയെ കർത്താവ് ഫോം ചെയ്ത് കൊണ്ടുവരികയാണ്. ആ ജിനിയോളജിയിൽപ്പെട്ട ആർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടല്ല, ദൈവത്തിൻ്റെ സോവറിനിറ്റിയിൽ, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ അതിങ്ങനെ കൊണ്ടുവന്ന് അപ്പോൾ അവിടെയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്ത്, അതിനുശേഷം ഇസഹാക്കിന് ശേഷം ഈ പറഞ്ഞ യാക്കോബ് ഏശാവിനെ തിരഞ്ഞെടുത്തു. പിന്നെ യാക്കോബിൽ നിന്നും 12 മക്കൾ, അവരുടെ ഗോത്രങ്ങളുണ്ടായി. അതിൽ യഹൂദ ഗോത്രത്തിൽ നിന്ന് ഇങ്ങനെ വന്ന് മശിഹ വരുന്ന കാര്യമാണ് അവർ പറഞ്ഞു വരുന്നത്. അതിൽ ദൈവം തൻ്റെ പരമാധികാരം ഉപയോഗിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാവരിലും ചിലരെയൊക്കെ ഇങ്ങനെ ദൈവം സ്പെഷ്യലായി കണ്ട് അവർക്ക് കർത്താവ് ഒരു കൃപ കൊടുത്ത്, ചിലരെയൊക്കെ കർത്താവ് കണ്ടോ, ജേക്കബ് ഐ ലവ്ഡ്, ഈശോ ഐ ഹേറ്റഡ്. ഇങ്ങനെ കുറേ പേരെ വെറുത്തു, കുറേ പേരെ സ്നേഹിച്ചു. ആ അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. ഒരു പ്രത്യേക കോസിന് വേണ്ടി. അതെന്ത് കോസാണ്? നല്ലൊരു കോസാണ്, നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി. എന്താണ് ആ ഉദ്ദേശം? സകല മനുഷ്യർക്കും രക്ഷ കിട്ടുവാൻ, രക്ഷകനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഒരു പ്രത്യേക ജനതയെ ഫോം ചെയ്ത് അതിലൂടെ മശിയെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഈ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയെക്കുറിച്ച് പറയുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യം എടുത്തിടുന്നത്. അപ്പോൾ ഇങ്ങനെ ദൈവം അർഹതയില്ലാത്തവരെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഇളയവനെയാണ് തിരഞ്ഞെടുത്തത്, മൂത്തവനെയല്ല. അപ്പോൾ അവിടെ ചിന്തിക്കും, അപ്പോൾ ഈ യാക്കോബിന് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്. നോ സ്പെഷ്യാലിറ്റി. അവൻ്റെ പേര് തന്നെ ഉപായിന്ന. അപ്പനെ പറ്റിച്ചു, ചേട്ടനെ പറ്റിച്ചു, അമ്മായിയപ്പനെ പറ്റിച്ചു, ആരെ കിട്ടിയാലും പറ്റിക്കും. തൻ്റെ സ്വന്തം കാര്യം സിന്ദാബാദ്. ഇതാണ് ക്യാരക്ടർ. പക്ഷെ ദൈവം അത് നോക്കുന്നില്ല. പകരം ദൈവത്തിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല, യാക്കോബ് യേശോ അതൊന്നുമല്ല, ഒരു രക്ഷകനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ വേണം ഈ നറേറ്റീവ് കാണാൻ. ഹലോ ഒപ്പമുണ്ടോ? ഇതൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ, എങ്കിലേ വേദപുസ്തകം ക്ലിയർ ആകുള്ളൂ. ഇനി ഈ ദൈവം ഇത് പലപ്പോഴും ചെയ്തിട്ടില്ലേ? ഹാബേൽ അവൻ ഇളയവനായിരുന്നു. ഇസഹാക്ക് ഇളയവനായിരുന്നു, കാരണം അതിന് മുമ്പ് ഒരാളുണ്ട് ഇസ്മായേൽ. പക്ഷേ ഇസഹാക്കിനെ തിരഞ്ഞെടുത്തു. ഇവിടെ യാക്കോബ് ഇളയവനാണ്, മൂത്തവനേക്കാൾ ഇളയവനെ തിരഞ്ഞെടുത്തു. അതുപോലെ ഇസ്രായേൽ ഒത്തിരി പാപം ചെയ്തവരാണ്, എന്നിട്ടും തള്ളിക്കളയാതെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ ഒരു രക്ഷയുടെ പ്രോജക്റ്റാണ് ദൈവം ചരിത്രത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ തന്നെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ പേരാണ് സോറ്റീരിയോളജി. രക്ഷാശാസ്ത്രം എന്നാണ് അതിനെ പറയുന്നത്. ആ രീതിയിൽ ദൈവം സകല രക്ഷിക്കാനുള്ളൊരു പദ്ധതിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് ഈ കാര്യം പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കീറാമുട്ടി പ്രശ്നം അപ്പോഴും നിൽപ്പുണ്ട്. എന്തിനാണ് യാക്കോബിനെ സ്നേഹിച്ചു മറ്റവനെ വെറുത്തു അല്ലെങ്കിൽ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? എൻ്റെ മക്കൾ, അതൊരു ഭാഷാ പ്രയോഗമാണ്, അത് മനസ്സിലാക്കണം. ഈ ഹെയ്റ്റ് എന്നുള്ളൊരു വേർഡാണല്ലോ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. ഒരാളെ ലവ് ഹെയ്റ്റ്. അതൊരിക്കലും അതിൻ്റെ ലിറ്ററൽ സെൻസിലല്ല പറയുന്നത്. കമ്പാരറ്റീവ് വേർഡ്സാണ്. രണ്ട് കാര്യങ്ങളെ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥത്തിനൊരു എംഫസിസ് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ഭാഷാ ശൈലിയാണ്. വിശ്വാസമില്ലല്ലേ? ഒരു തെളിവ് തന്നാലോ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോയി പെട്ടെന്ന് ഓട്. 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം. അവിടെ ഇത് കർത്താവാണ്, യേശു തന്നെ പറയാം, ഇഫ് എനിവൺ കംസ് ടു മീ ആൻഡ് ഡസ് നോട്ട് ഹെയ്റ്റ്, പിന്നെ ആ വാക്ക് ഹെയ്റ്റ്, ഫാദർ ആൻഡ് മദർ, വൈഫ് ആൻഡ് ചിൽഡ്രൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, യെസ് ഈവൻ ദെയർ ഓൺ ലൈഫ്, സച്ച് എ പേഴ്സൺ കൻ നോട്ട് ബി മൈ ഡിസൈപ്പിൾ. മലയാളം വായിക്കാം. ലൂക്കോസ് 14:26. എൻ്റെ അടുക്കൽ വരികയും സ്വന്തം അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെ സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പകക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വാട്ട് ടീച്ചിങ് ഈസ് ദിസ്? വെറുക്കാൻ പഠിപ്പിക്കുവാണോ യേശു? എന്താണ് ഇതിൻ്റെ അർത്ഥം?
നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ എന്നോടുള്ള സ്നേഹം ഏറ്റവും സുപ്രീമായിരിക്കണം. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അത് വെറുപ്പ് പോലെ തോന്നും. അതിൻ്റെ അർത്ഥം വെറുപ്പെന്ന് പറയുന്നത് ജഡത്തിൽ നിന്ന് വരുന്നൊരു പാപത്തിൻ്റെ സാധനമാണ്. ആ അർത്ഥത്തിലല്ല പറയുന്നത്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ അതേ വായു കൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത്. നിന്നെപ്പോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിന്നെ സ്നേഹിക്കുന്ന പോലെ. അതിൻ്റെ അർത്ഥം നീ നിന്നെ സ്നേഹിക്കണമെന്നല്ലേ? നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ പറഞ്ഞേ? പക്ഷേ ഇവിടെ സെൽഫ് ഹേറ്റഡ് അല്ലേ പഠിപ്പിക്കുന്നത്? അല്ല, ഇതൊരു ഭാഷാപ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം ഏശാവിനെ ദൈവം വെറുത്തിട്ട് അവനെ കൊല്ലാൻ വേണ്ടി. ഏശാവിൻ്റെ മൊത്തം ചരിത്രത്തെ നോക്കുക. അവനും അനുഗ്രഹിക്കപ്പെട്ടു പല നിലകൾ. അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ജ്യേഷ്ഠാവകാശം, ജന്മാവകാശം, അതിനൊന്നും പുല്ല് വില കൊടുത്തില്ല. എന്നല്ല യാക്കോബിന് ഒരു ഗുണമുണ്ടായത്, ദൈവം എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സംഭവമാണ്. എവിടെയും പോയി യാഗം കഴിക്കുക, ദൈവത്തിൻ്റെ പുറകെ നടക്കുക, ആ ഒരു രീതിയുണ്ട്. പ്രാർത്ഥനക്കാരനാണ്. അതാണ് അവൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരെക്കാളും വലിയ വിശുദ്ധൻ്റെ പുണ്യാളനൊന്നുമല്ല അവൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിനെല്ലാം നേരത്തെ അറിയാം. ഉദാഹരണത്തിന് ഏശയ്യാവിൻ്റെ പുസ്തകം 46:10 പറയുന്നത്, ഐ മേക്ക് നോൺ ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്. എന്ന് വെച്ചാൽ ആരംഭത്തിൽ തന്നെ അവസാനത്തെ നോക്കിക്കാണാൻ കഴിയുള്ളവനാണ് ഞാൻ. അതിൻ്റെ അർത്ഥം ലോകസ്ഥാപനത്തിന് മുമ്പേ ഇന്നീ പോഡ്കാസ്റ്റിൽ ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് അറിയാമെന്ന. ഹലോ, ഇതാണ് ദൈവം. അതുപോലെ തന്നെ ഇത് ദൈവം ആരെയും ഈ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇസ്രായേൽ എന്ന ജനതയിലൂടെ രക്ഷകനെ കൊണ്ടുവരാനുള്ള, അവതരിപ്പിക്കുവാനുള്ള പ്രോജക്റ്റിൻ്റെ കാര്യത്തിലാണ് ഈ വിശേഷമായ ചില തെരഞ്ഞെടുപ്പുകൾ എടുത്തെടുത്ത്. അതായത് അബ്രഹാം, ഇസഹാക്ക്, അതിനുശേഷം യാക്കോബ്, അതിനുശേഷം 12 മക്കൾ, അതിൽ യൂദ ഒക്കെ തുടങ്ങി ഇങ്ങനെ ആ സർവീസിന് വേണ്ടി, ആ പ്രോജക്റ്റിന് വേണ്ടിയാണ്. അതല്ലാതെ ഈ ഭൂമിയിലുള്ള ഒത്തിരി പേരെ കർത്താവ് വെറുക്കുന്നു, ഒത്തിരി പേരെ സ്നേഹിക്കുന്നു. ആ അർത്ഥത്തിലല്ലെന്നുള്ളത് വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് ബാധകമല്ല. പലരും ഇത് കൊണ്ടുവന്ന് രക്ഷയിലാണ്. അതായത് ദൈവം സെലക്റ്റഡ് ആയിട്ട് ചില ഇൻഡിവിജ്വൽസിനെ ചരിത്രത്തിൽ പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മുൻനിയമിച്ച് ഉപയോഗിച്ചു. അത് കറക്റ്റാണ്. ഇതുപോലെ തന്നെയാണ് ഫറവോൻ്റെ കാര്യം. അതൊക്കെ ശരിയാണ്. പക്ഷേ അത് ഒരു പേർപ്പസിന് വേണ്ടിയായിരുന്നു. ഒരിക്കലും നിത്യരക്ഷയുടെ കാര്യത്തിൽ ഇത് ബാധകമല്ല. ചിലരെ മാത്രം നിയമിച്ചിരിക്കും, ചിലർക്ക് രക്ഷയില്ല. നോ. അതിന് ഒരു വചനം നമുക്കൊന്ന് വായിച്ചേ പറ്റൂ. 2 പത്രോസ് 3:9 ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇതിനപ്പുറത്തൊരെണ്ണം വേണോ മക്കളെ? എല്ലാവരും രക്ഷപ്പെടണം. എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ. നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം, നിങ്ങളുടെ അയൽക്കാർ രക്ഷപ്പെടണം, നിങ്ങളുടെ ജാതി രക്ഷപ്പെടണം. ലോകമെമ്പാടുള്ള ഒരാൾ പോലും നശിച്ചു പോകരുത്. അതിനുവേണ്ടി എല്ലാവർക്കുമായി സൗജന്യമായി രക്ഷ. കർത്താവ് പറയാം, എല്ലാവരും ഒരു 50,000 രൂപ കെട്ടിവെക്കും, എന്നിട്ട് സ്വർഗത്തിൽ പോകും, ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര പേര് രക്ഷപ്പെടും? അതില്ലാത്തവരുണ്ട്. പണക്കാർ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ. അല്ല, കുറച്ചുകൂടി കാശ് കുറഞ്ഞു കൊടുക്കുക. അതല്ല, എല്ലാവർക്കും സൗജന്യമായി കർത്താവ് രക്ഷ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചിലർക്ക് ഇങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്. ഒരു ദേവദാസൻ പറഞ്ഞത്, എന്നെ ഈ നിത്യജീവന് വേണ്ടി കർത്താവ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഒരാൾ പറയും, നീ കർത്താവായ യേശുവിനെ അങ്ങ് സ്വീകരിച്ചാൽ അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വന്നോളൂ എന്ന് പറയും. ഇത്രയുള്ള സംഭവം. എല്ലാവരെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. 1 പത്രോസ് 1:2 പറയുന്നത് ഇങ്ങനെയാണ്, who have been chosen according to the foreknowledge of God the Father. എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം. അതായത് ദൈവത്തിൻ്റെ ഒരു ഫോർ നോളജ് ഉണ്ട്. ആര് എന്ത് ചെയ്യും ജനിച്ചിട്ട് പോലുമില്ല. ഇത് യുഗങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. എന്നാൽ ജനിച്ചു കഴിയുമ്പോൾ ആര് ദൈവത്തെ സേവിക്കും, ആര് ദൈവത്തെ സേവിക്കില്ലെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ഡെറക് പ്രിൻസ് പറഞ്ഞ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയായ ധനാഢ്യനായ ഒരു മനുഷ്യൻ, 2 മക്കൾ. പക്ഷേ ഈ 2 മക്കളും രക്ഷിക്കപ്പെട്ടവരല്ല.
അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അവരവരുടെ വഴിക്ക് ജീവിക്കുക. പിതാവ് തൻ്റെ മരണത്തോടടുക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് വലിയ സ്വത്താണുള്ളത്. അദ്ദേഹം ചെയ്ത പരിപാടി തൻ്റെ വിൽപത്രം തയ്യാറാക്കി. വിൽപത്രത്തിൽ ഇങ്ങനെ എഴുതി, എൻ്റെ ഫ്യൂണറൽ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഇന്ന സുവിശേഷകനെ, ഇവാഞ്ചലിസ്റ്റിനെ വിളിച്ച് ഫ്യൂണറൽ മെസ്സേജ് കൊടുപ്പിക്കണം. കാരണം അദ്ദേഹത്തിനറിയാം ആ ഫ്യൂണറലിൽ ഈ 2 മക്കളും പങ്കെടുക്കും. അതിനുശേഷം അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ ഈ സ്വത്ത്, തൻ്റെ സ്വത്ത് മുഴുവൻ ആർക്ക് പോകണം എന്നുള്ളത് കൂടെ അതിനകത്ത് എഴുതി വെച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹത്തിന് മക്കളെ അറിയാം. അതിൽ ആര് രക്ഷിക്കപ്പെടും എന്നുള്ളതും അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ ഏത് മകന് ഇത് പോകണം, കാരണം അദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹമുള്ളൂ, ഈ വലിയ സമ്പത്ത് ഒരു വിശ്വാസിയായ തൻ്റെ മകൻ്റെ കയ്യിൽ വരികയും അത് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുകയും ചെയ്യണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ വിൽപത്രം അവർ തുറന്നു നോക്കിയപ്പോൾ ഇന്ന സുവിശേഷകനെ വിളിക്കണമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിപ്പിച്ച് പ്രസംഗിപ്പിച്ച സമയത്ത് ഇളയ ആൾ രക്ഷിക്കപ്പെട്ടു. മൂത്തയാൾ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തില്ല. ശവസംസ്കാരം എല്ലാം കഴിഞ്ഞു. അതിനുശേഷമാണ് ഒരു വിൽപത്രം തുറന്നത്. വിൽപത്രം തുറന്നപ്പോൾ കൃത്യമായി അപ്പൻ ഇളയാൾക്ക് വേണ്ടി തൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പേരാണ് മുന്നറിവ്. എന്ന് വെച്ചാൽ പിതാവിന് നേരത്തെ അറിയാമായിരുന്നു ഇളയാൾ, കാരണം 2 പേരെ വീക്ഷിച്ചിട്ടുണ്ട്, അവനാണ് യേശുവിനെ സ്വീകരിക്കാൻ പോകുന്നത്, അവനായിരിക്കും തൻ്റെ പിന്തുടർച്ചാവകാശം, അവനാണ് തൻ്റെ സ്വത്ത് മുഴുവൻ കൊടുക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ് പിതാവായ ദൈവം ചെയ്തത്. ഏശാവിൻ്റെ കാര്യത്തിലും യാക്കോബിൻ്റെ കാര്യത്തിലും ഇളയവനാണ് അതിലേക്ക് വരുന്നതെന്നുള്ളത് ദൈവത്തിന് നേരത്തെ അറിയാം. അതുകൊണ്ട് ഈ ജനിക്കുന്ന സമയത്ത് അവരോ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ തന്നെ ദൈവം പ്രഖ്യാപിച്ചു അവനാണെന്നുള്ളത്. കാരണം ദൈവത്തിന് അറിയാം ഇത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുപോലെ തന്നെ ഈ യേശു ഭൂമിയിലേക്ക് വന്ന് രക്ഷയുടെ പ്രവൃത്തിയെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇത് പ്രസംഗിക്കപ്പെടുമ്പോൾ ആര് രക്ഷിക്കപ്പെടും, ആര് സ്വീകരിക്കും എന്നുള്ളത് പിതാവിന് നേരത്തെ അറിയാം. വൈ? ബിക്കോസ് ഹീ ഈസ് ഗോഡ്. ആരംഭത്തിൽ തന്നെ അവസാനത്തെ നോക്കിക്കാണാൻ സമയത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് കർത്താവിനറിയാം. ഇതിനെയാണ് മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു എന്ന് പറയുന്നത്. എത്ര പേർ ഹല്ലേലൂയ പറയാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കമൻറ്റ് സെക്ഷനിലിട്. എനിക്ക് ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റ് വരുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇനി ഇതുപോലെ തന്നെ ആ 9-ാം അധ്യായത്തിൽ, റോമാലേഖനം 9-ാം അധ്യായത്തിൽ ഫറവോൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫറവോൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഫറവോനെ ഇന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി വായിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഫറവോൻ്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി. അപ്പോൾ ഫറവോനപ്പോൾ ഓപ്ഷനില്ലേ? പക്ഷേ അത് ശരിക്കും ആ ഭാഗം വായിച്ച് നോക്കിയിരിക്കുന്ന ആദ്യത്തെ 5 ബാധകളുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഓർമ്മയെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി, ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി, ഫറവോൻ തൻ്റെ ഹൃദയത്തെ 5 പ്രാവശ്യം പറഞ്ഞു. 6-ാം പ്രാവശ്യം ദൈവം എൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയത്. എൻ്റെ അർത്ഥം ഇവൻ ഈ വഴിക്കേ പോവുള്ളൂ, ഇവൻ നന്നാകാൻ പോകുന്നില്ല, എന്നാൽ അങ്ങനെ തന്നെ പൊക്കോട്ടെ. ഈ ഒരു പ്രയോഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതല്ലാതെ ഒരു ഓപ്ഷനും ഇല്ലാതെ റൊബോട്ടിക്കായി ചിലരൊക്കെ ചെയ്യുന്നു. ഓഫ് കോഴ്സ് ചരിത്രത്തിൽ ചിലത് സംഭവിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ ഇതിൻ്റെ പുറകിലൊക്കെ. ഹിസ്റ്ററി ഈസ് ഷേപ്ഡ് ബൈ ദ ലോർഡ്, അല്ലേ? ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. അതൊന്ന് ടൈപ്പ് ചെയ്ത് ആരെങ്കിലും ഇടാമോ? ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി. ഹിസ്റ്ററി ആദ്യം എച്ച് ക്യാപിറ്റൽ ഇടുക. ഹിസ്റ്ററി ഈസ് ഹിസിൻ്റെ എച്ച് ക്യാപിറ്റൽ ഇടുക. ഹിസ് സ്റ്റോറി എന്ന് വെച്ചാൽ അവൻ്റെ കഥയാണ് ഹിസ്റ്ററി. കർത്താവാണ് അതിൻ്റെ പുറകിൽ ഉള്ളതെന്നാണ് ഈ പറയുന്നത്. മാത്രമല്ല, ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ചിലർ പ്രൊട്ടസ്റ്റ് ചെയ്യും, അതെന്താ ദൈവം അങ്ങനെ ചെയ്ത്, പാർഷ്യാലിറ്റി അല്ലേ? അപ്പോഴാണ് പൗലോസ് എഴുതി വരുന്നത്, മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് എന്തുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത്? കുശവന് ഒരേ കളിമൺ പിണ്ടം കൊണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ പാത്രങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശമില്ലേ? നമ്മളെല്ലാം ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നവരാണ്. എന്താണ് പറയുന്നത്? മനുഷ്യാവകാശം, ഹ്യൂമൻ റൈറ്റ്സ്. തിരിച്ചു നീതിച്ച് ഡിവൈൻ റൈറ്റ്സ് ഇല്ലേ? ദൈവത്തിന് അവകാശമില്ലേ? ദൈവമല്ല ഇതെല്ലാം സൃഷ്ടിച്ചത്. ദൈവത്തിന് ചില കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് അവകാശമില്ലേ? പറ.
അവകാശമുണ്ടോ? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ, ഹ്യൂമൻ റൈറ്റ്സ്, ഡിവൈൻ റൈറ്റ്സ്. എന്നിട്ട് പറ, മനുഷ്യർക്ക് അവകാശമുള്ളതുപോലെ തന്നെ ദൈവത്തിനും അവകാശമുണ്ട് ചിലരെ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ. ചിലർ പ്രത്യേകമായ ചില അസൈൻമെൻറ്റ്സ് ചിലർക്കുണ്ട്, അത് കറക്റ്റാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം ഞാനിവിടെ എംഫസൈസ് ചെയ്യുകയാണ്, ഇത് ടൈപ്പ് ചെയ്തിടണം എല്ലാവരും. It was not for salvation that God chose them. It was for service and for His purpose that He chose them. രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തെന്നല്ല, തൻ്റെ ചില ഉദ്ദേശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചില ക്യാരക്ടേഴ്സിനെ, അഥവാ തൻ്റെ ചില ഉദ്ദേശ്യങ്ങളെ സെർവ് ചെയ്യാൻ വേണ്ടി, അതിനെ നടപ്പിലാക്കാൻ വേണ്ടി ചിലരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മൾ ഈ ചരിത്രത്തിൽ ഈ ഭാഗങ്ങളിലെല്ലാം കാണുന്നത്. ഇനി യൂദാസിൻ്റെ കാര്യം പറയാം. ഒത്തിരി പേര് കുഴക്കുന്ന പ്രശ്നമാണ്. യൂദാസിനെ ദൈവം പണ്ടേ കണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ യൂദാസ്, അവന് ഒറ്റിക്കൊടുക്കാൻ വേണ്ടി തന്നെ അസൈൻ ചെയ്ത് അവന് ചോയ്സ് ഇല്ലാതെ അവൻ അങ്ങനെ ആയിപ്പോയതാണോ? രണ്ട് വശങ്ങളുണ്ട് ഓഫ് കോഴ്സ്. ഒരു ഹ്യൂമൻ സൈഡും ഡിവൈൻ സൈഡും യൂദായുടെ കാര്യത്തിലുണ്ട്. ചോദ്യം ഇതാണ്, യൂദായ്ക്ക് ഡിഡ് ഹി ഹാവ് എ ചോയ്സ്? രക്ഷപ്പെടാനുള്ളൊരു വഴി യൂദായ്ക്കുണ്ടായിരുന്നു, തിരഞ്ഞെടുപ്പിനുള്ളൊരു വഴി ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എല്ലാ മനുഷ്യർക്കും ദൈവം ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇത്തിരി കോംപ്ലിക്കേറ്റഡാണ് മനസ്സിലാക്കാൻ, ഇത്തിരി മിസ്റ്ററി ഇതിൻ്റെ പുറകിലുണ്ട്. എങ്കിലും ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ മുന്നറിവിലാണ് ഇത് മൊത്തം ഈ സെറ്റിംഗ് നടക്കുന്നത്. ദൈവത്തിനറിയാം ഈ 12 പേരിൽ ഒരുവൻ ഒറ്റിക്കൊടുക്കുമെന്നുള്ളത് നേരത്തെ അറിയാം. അതിൻ്റെ ഈ ചിലർ പറഞ്ഞു യൂദ യേശുവിന് ഒറ്റിക്കൊടുക്കുവാനുള്ള അവൻ്റെ പേഴ്സണൽ റീസൺ എന്തായിരുന്നു പറയാമോ? അറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട്. മണി, കാശിന് വേണ്ടി ചെയ്ത് അവനൊറ്റ ആഗ്രഹമുള്ളൂ, കാശ് കിട്ടും. മാത്രമല്ല, ഒരു പക്ഷേ യൂദാ ചിന്തിച്ച് കാണും, ഈ പല സ്ഥലങ്ങളിലും കൊല്ലാൻ വേണ്ടി യേശുവിനെ ശ്രമിച്ചിട്ട് ഒരാൾക്കും യേശുവിനെ കൊല്ലാൻ പറ്റിയില്ല. അതുകൊണ്ട് അത്ഭുത സിദ്ധിയുള്ള ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും രക്ഷപ്പെട്ടുള്ളൂ എന്നൊക്കെ ഒരു പക്ഷേ. പക്ഷേ കാശ് നമ്മുടെ പോക്കറ്റിലിരിക്കും, കർത്താവ് രക്ഷപ്പെടുകയും ചെയ്യുന്നത്. ഇതിനു മുമ്പും പല പ്രാവശ്യം അദ്ദേഹം പൈസ അടിച്ചു മാറ്റുമായിരുന്നു. യോഹന്നാൻ 12 എഴുതിയിട്ടുണ്ട്, യൂദാ ഇപ്പോൾ പരിമളതയിൽ ഒഴിക്കുന്ന കാര്യത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത് ദരിദ്രർക്ക് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ച സമയത്ത് അവിടെ എഴുതിയിട്ടുണ്ട്, യൂദാ പലപ്പോഴും തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കാശ് അടിച്ചു മാറ്റിയിരുന്നു. അതവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് യൂദാ പൈസയായിരുന്നു പുള്ളിയുടെ മോട്ടീവ്. ചില വചനങ്ങൾ കുറിച്ച് വെക്ക്, പിന്നീട് നിങ്ങൾക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 41:9, യോഹന്നാൻ 13:18. ഇവിടെയെല്ലാം ഈ ബിട്രയൽ, ഈവൻ വഞ്ചിക്കും എന്നുള്ളത് മുൻകൂട്ടി. ഒരു കാര്യം ഓർക്കുക, യേശുവും സർവ്വജ്ഞാനിയാണ്, മാനുഷികമായ ശരീരത്തിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും യേശു സർവ്വവ്യാപിയാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇവിടെ ഈ ബിട്രയലിനെ കുറിച്ച് സങ്കീർത്തനത്തിലെല്ലാം എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ 17:12 ദ സൺ ഓഫ് പെർഡിഷൻ, ഒരു നാശപുത്രൻ എന്നാണ് അവൻ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ കർത്തൃമേശ നടക്കുന്ന സമയത്ത് സാത്താൻ അപ്പഖണ്ഡം വാങ്ങി ഉടനെ സാത്താൻ അവൽ പ്രവേശിച്ചു, അതും എഴുതിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് എഴുതി? ദൈവത്തിന് മുന്നമേ അറിയാം ഈ ക്യാരക്ടറിനെ കുറിച്ച്. സോ ആ മുന്നറിവിലാണ് ഈ സെറ്റിംഗ് നടക്കുന്നത്. അതല്ല, ദൈവം ആരെയും കരുതിക്കൂട്ടി നരകത്തിൽ കൊണ്ടുപോകാൻ ഒന്നും ദൈവം ആഗ്രഹിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 1:25 വായിക്കുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. അവിടെ പത്രോസ് പറയുകയാണ്, ഹി വെൻറ്റ് ടു ഹിസ് ഓൺ പ്ലേസ്. ഹി വെൻറ്റ് ടു ഹിസ് ഓൺ പ്ലേസ്. എനിക്ക് തോന്നുന്നു 1:24 മലയാളത്തിൽ. സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവേ, സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവേ. കേട്ടായിരുന്നു, സകലരെയും അവൻ നേരത്തെ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങളെല്ലാം ദൂരെ നിന്നവൻ അറിയുന്നു. 139 സങ്കീർത്തനം. തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദാ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെ അപ്പസ്തോലത്വത്തിൻ്റെ ഈ സ്ഥാനം ലഭിക്കേണ്ടതിന് എന്ന് വെച്ചാൽ യൂദാ താൻ തന്നെ തിരഞ്ഞെടുത്ത് പോയൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും അത് നരകമാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് നരകമെന്ന് പല പ്രാവശ്യം ബൈബിളിലുണ്ട്. എന്നാൽ സാത്താൻ ഇവനിൽ കയറി സാത്താൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുമ്പോൾ സാത്താനെ ഫോളോ ചെയ്യുന്നവർ അവിടെ ചെന്ന് അവസാനിക്കും.
അല്ലാതെ ആരെയും ദൈവം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല. കേട്ടില്ല, ശ്രദ്ധിക്കുക. ദൈവം ആരെയും നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല. സകലരെയും നിത്യജീവൻ പ്രാപിച്ച് സ്വർഗത്തിൽ തന്നോടൊപ്പം ഉണ്ടാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് വേണ്ടി അസൈൻ ചെയ്തിട്ടുള്ളതാണ് നരകത്തീ. മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. എന്നാൽ മനുഷ്യരാണ് ദൈവത്തേക്കാൾ സാത്താനെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോകുന്നത്. ക്ലിയറാണോ കാര്യം? അതാണ് ഇവിടെ യൂദായ്ക്കും പറ്റിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂദയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു, ഉണ്ടായിരുന്നു. ജൂഡസ് വാസ് നോട്ട് എ റോബോട്ട്. അവന് വിൽ പവർ ഉണ്ടായിരുന്നു. അവന് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാമായിരുന്നു. ഇവിടെ അറ്റ്ലീസ്റ്റ് അതേ രാത്രിയിൽ തന്നെ ശ്രദ്ധിക്കുക, പത്രോസും ഇതുപോലെ തന്നെ ഒരു പാപമാണ് ചെയ്തത്. ഒരാൾ ഒറ്റിക്കൊടുത്തപ്പോൾ മറ്റേയാൾ തള്ളിപ്പറഞ്ഞു. അത് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പക്ഷേ വ്യത്യാസം കണ്ടായിരുന്നു. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, പത്രോസ് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വന്നു, അവൻ്റെ പാപമേറ്റു പറഞ്ഞു. എന്നാൽ യൂദാ പോയി പുരോഹിതന്മാരോട് തൻ്റെ പാപമേറ്റു പറഞ്ഞു. തിരിച്ച് കർത്താവിൻ്റെ അടുക്കലേക്കല്ല അവൻ വന്നത്, പുരോഹിതന്മാരുടെ അടുക്കലേക്ക് പോയി. എന്ന് മാത്രമല്ല, അവൻ്റെ വേൾഡ്ലി സോറോ, അവന് ഉണ്ടായത് അനുതാപമല്ല, പശ്ചാത്താപമല്ല, റിഗ്രറ്റാണ്, ഖേദമാണ് ഉണ്ടായത്. റിഗ്രറ്റ് ചെയ്തിട്ട് അവൻ ചെന്ന് ഒരു പിടി അല്ലെങ്കിൽ ഒരു കഷ്ണം കയറിൽ തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ വിശ്വാസം ഞാൻ പറയാം, ആരും മടങ്ങി വന്നിരുന്നെങ്കിൽ, അതായത് പത്രോസും യൂദായും ഏതാണ്ട് ഈക്വലൻറ്റ് പാപമാണ് ചെയ്തത്. കർത്താവ് ക്ഷമിക്കുമായിരുന്നു എന്നാണ് എൻ്റെ റീഡിങ്ങാണ്. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം, നോ പ്രോബ്ലം. ഇനി ഈ മുന്നറിവും ഞാൻ നേരത്തെ പറഞ്ഞ മുന്നറിഞ്ഞവരെ നിയമിച്ചു, അതിൻ്റെ പ്രധാന ഒരു കാര്യം കൂടി പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് വരാൻ പോവുക. വെയിറ്റ് എക്സൈറ്റിംഗ് തിങ്സ് ആർ കമ്മിങ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-5 വായിക്കുമ്പോൾ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടാണ്. 11:12 അവനിൽ നാം അവകാശം കിട്ടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മുന്നറിഞ്ഞവരെയാണ് അവൻ നിയമിച്ചതും എല്ലാം. അത് മനസ്സിലാക്കാൻ നല്ലൊരു ഉദാഹരണം കേൾക്കുക. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസക്കപ്പൽ എന്നൊരു മെസ്സേജ് നമ്മളിവിടെ ടെൻ്റൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തിരുന്നു. ഇപ്പോൾ യൂട്യൂബിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഞാൻ കുറേ പേര് സ്റ്റേജിലൊക്കെ കൊണ്ടുവന്നൊരു ഡെമോൺസ്ട്രേഷനൊക്കെ നടത്തി. അതിൽ ദൈവം ഒരു കപ്പലുണ്ടാക്കിയെന്ന് വിചാരിക്കുക. ദൈവം ഒരു കപ്പലിനെ തിരഞ്ഞെടുത്തു. ആ കപ്പൽ സഭയാണെന്ന് വിചാരിക്കുക. അതിനൊരു ക്യാപ്റ്റന് വെച്ചു. ആ ക്യാപ്റ്റൻ്റെ പേരാണ് യേശു കർത്താവ്, യേശു ക്രിസ്തു. എന്നിട്ട് ഭയങ്കര അനൗൺസ്മെൻറ്റ് പോയി, ഈ കപ്പൽ ഇതാ സ്വർഗതീരത്തേക്ക് പോവുകയാണ്, ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ കപ്പലിൽ പ്രവേശിക്കാം. വിളംബരം എല്ലായിടത്തും പോയി, പരസ്യം എല്ലായിടത്തും കൊടുത്തു. കുറേ പേര് ഓടി വന്നതിൽ കയറി. കുറേ പേര് ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് പോകണ്ടെന്ന്, ഞങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ കിടന്നാൽ മതി. അപ്പോൾ ഈ കപ്പലിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതുപോലെ കപ്പിത്താനെയും തിരഞ്ഞെടുത്തു. പക്ഷേ അതിനകത്തോട്ട് ആര് കയറണമെന്നുള്ളത് അവരവരാണ് തീരുമാനിക്കേണ്ടത്. ഇൻവിറ്റേഷനുണ്ട്, ആർക്ക് വേണമെങ്കിലും കം ഓൺ ബോർഡ് എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേര് കയറി, കുറേ പേര് കയറിയില്ല, കുറേ പേര് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോക്കളഞ്ഞു. എന്നിട്ട് ഈ കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ കപ്പൽ എവിടെ എത്തുന്നു? ആ ശുഭകരമായ തീരത്ത്, അഥവാ ആ സ്വർഗതീരത്ത് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രീഡെസ്റ്റിനേഷൻ, ഫോർ നോളജ്, ഇലക്റ്റ് എന്നൊക്കെ പറയുന്നത്. എന്താണ് പ്രീഡെസ്റ്റിനേഷൻ? നേരത്തെ മുൻനിർണയിച്ചത് എന്താണ്? അതായത് താൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ തൻ്റെ പ്രിയനായവനെ അഥവാ ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ അവൻ്റെ കെയർ ഓഫിൽ തിരഞ്ഞെടുത്തു. അതിൽ ഓരോ ഇൻഡിവിജ്വൽ എന്നതിനേക്കാൾ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അവനെ തിരഞ്ഞെടുത്തു, അവനിൽ നമ്മെ തിരഞ്ഞെടുത്തു. എല്ലായിടത്തും നോക്കുക, ക്രിസ്തുവിലാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഡാമിയൻ ഇങ്ങോട്ട് വാ എന്നല്ല പറഞ്ഞത്, ക്രിസ്തുവിലൂടെ വന്ന പിതാവ് എന്നോട് പറയുന്നത്. എല്ലാവർക്കും ക്ലിയറാണോ? ഇത് കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടു. എന്ത് കണ്ടു? ആ കപ്പലിൽ ഈ അറിയിപ്പ് പോകുമ്പോൾ, ഇൻവിറ്റേഷൻ പോകുമ്പോൾ ആരെല്ലാം കയറുമെന്ന് കണ്ടു. അവരെയാണ് ദ എലക്റ്റ്
തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറയുന്നത്. അതിനാണ് പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ കുറേ പേരെ നിത്യ നരകത്തിനും കുറേ പേരെ നിത്യസ്വർഗത്തിനും വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ അല്ല. ബൈബിൾ പറയുന്നതനുസരിച്ച് യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിന് തന്നു കഴിഞ്ഞിരിക്കുന്നു. രക്ഷയുടെ കാര്യത്തിൽ ആർക്കും രക്ഷപ്പെടാം. ഇനി വളരെ പെട്ടെന്ന് എന്തൊക്കെയാണ് ദൈവം, അതായത് വാട്ട് ഡസ് ദ ബൈബിൾ സേസ് പ്രീഡെസ്റ്റൈൻ, എന്തൊക്കെ ദൈവം മുന്നമേ തിരഞ്ഞെടുത്തു, എന്തൊക്കെ തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ആർ യു റെഡി? ഒന്ന്, ഇസ്രായേൽ ആസ് എ നേഷൻ. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തർക്കവുമില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ പറയുന്നത് കോർപ്പറേറ്റ് ഇലക്ഷൻ എന്നാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ വ്യക്തികളെ എന്നർത്ഥത്തിലല്ല, ആ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ജാതിയെ ദൈവം തിരഞ്ഞെടുത്തു. ഗോഡ് സോവറിൻലി ചോസ് ഇസ്രായേൽ ആസ് എ നേഷൻ ഫോർ ഹിസ് ഹിസ്റ്റോറിക്കൽ റിഡംപ്റ്റീവ് പർപ്പസസ്. വീണ്ടെടുപ്പിൻ്റെ വേലയ്ക്ക് വേണ്ടി, ഉദ്ദേശത്തിന് വേണ്ടി ആ ഒരു ജാതിയെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ദിസ് ഈസ് എ ഫോം ഓഫ് കോർപ്പറേറ്റ് ഇലക്ഷൻ ഓർ കോർപ്പറേറ്റ് പ്രീഡെസ്റ്റിനേഷൻ, നോട്ട് എ ഗ്യാരണ്ടി ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഇസ്രായേൽ ഈസ് ഇറ്റേണലി സേവ്ഡ്. ദൈവജനം എന്നൊക്കെ അവരറിയപ്പെടുന്നത്. ഇതൊരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി കോമൺ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന കാര്യമാണ്. അതല്ലാതെ യഹൂദനായി ജനിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോവും, നോ, അങ്ങനെ ബൈബിളിൽ ഇല്ല. അപ്പം ഇവിടെ ഇസ്രായേലിൽപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ യഹൂദൻ രക്ഷപ്പെടണമെങ്കിലും വ്യക്തിപരമായി വിശ്വസിക്കണം, ജാതികളാണേലും വിശ്വസിക്കണം. ഇനി അടുത്തത് പ്രീഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുമ്പോൾ അടുത്തത് ഇത്രയേ ഉള്ളൂ, അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥാനം, അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് ക്രിസ്തുവിലാണ് നമുക്കുള്ളത്. എഫെസ്യ ലേഖനം 1:4, 5, 11 തുടങ്ങിയ വാക്യങ്ങളെല്ലാം അതിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ദ എംഫസിസ് ഇസ് നോട്ട് പ്രീഡെസ്റ്റൈൻഡ് ടു ബിലീവ് ബട്ട് പ്രീഡെസ്റ്റൈൻഡ് ബ്ലെസ്സിങ്സ് ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ പേര് വിശ്വസിക്കാൻ വേണ്ടി മുൻ നിയമിക്കപ്പെട്ടവരല്ല, വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളും രക്ഷയും നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത്, പൊതുവായി നമുക്ക് വേണ്ടി ദൈവം മുൻ നിയമിച്ച് വച്ചിരിക്കുന്ന മറ്റ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 പത്രോസ് 1:19-20 അനുസരിച്ച് ക്രിസ്തുവിനെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി മുൻ നിയമിച്ച് വച്ചിരിക്കുകയാണ്. സഭയെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി കർത്താവ് നേരത്തെ മുൻ നിയമിച്ച് വച്ചിരിക്കുക. എഫെസ്യ ലേഖനം 3:10-11 കാണുന്നുണ്ട്. അതുപോലെ ജാതികളെ ദൈവകുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് പ്രീഡെസ്റ്റൈൻ ചെയ്തിട്ടുണ്ട്. എഫെസ്യ ലേഖനം 3:6 പറയുന്നുണ്ട്. അതുപോലെ എല്ലായിടങ്ങളിലും ഈ സുവിശേഷം ഘോഷിക്കണം എന്നുള്ളത് മുൻ നിയമിച്ച് വച്ചിരിക്കുകയാണ്. മത്തായി 24:14. മറ്റൊന്ന്, ആത്യന്തികമായി ക്രിസ്തു ജയാളിയായി മാറും. ഇതും പ്രീഡെസ്റ്റൈൻഡാണ്, അതങ്ങനെ തന്നെ സംഭവിക്കും. വെളിപാട് പുസ്തകം 11:15 കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉയർപ്പ്, നമ്മുടെ മഹത്വീകരണം തുടങ്ങിയുള്ള കാര്യങ്ങൾ റോമാലേഖനം 8:30 കാണുന്നുണ്ട്. പുതിയ ഭൂമിയും പുതിയ ആകാശവും, ഇതെല്ലാം വെളിപാട് പുസ്തകം 21-22 കാണും. ഇതെല്ലാം മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. വ്യക്തിപരമായി എടുത്താൽ നിങ്ങളൊരു പക്ഷേ ചോദിക്കും, ബ്രദറെ ഇത് പൊതുവെയുള്ള കാര്യങ്ങളല്ല പറയും, എൻ്റെ കാര്യത്തിൽ ഇതുപോലെ മുൻ നിയമിക്കപ്പെട്ട വ്യക്തിപരമായ ദൈവം നേരത്തെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ലിസ്റ്റ് തരാൻ, പിടിച്ചോ, എഴുതിക്കോ. 1, ഫാമിലി ലിനിയേജ് ആൻഡ് ജിനിയോളജി. നമ്മൾ ഏത് കുടുംബത്തിൽ, വംശത്തിൽ ജനിക്കണം, കുലത്തിൽ ജനിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ കർത്താവ് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ജനിച്ചത്. 2, പാരൻസ് ആൻഡ് ബർത്ത്. മാതാപിതാക്കൾ, ഏത് മാതാപിതാക്കളിൽ നിന്ന് ജനിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ ജനിച്ചവരിൽ സ്വന്തം മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാൻ പ്രിവിലേജ് കിട്ടിയ, അവസരം കിട്ടിയ ഒരാളുള്ളൂ, അതാണ് യേശു കർത്താവ്. കന്യക ഗർഭിണിയായി. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്നുണ്ട്, ആ കന്യക എനിക്ക് മതി. വളർത്തു പിതാവായി അവളുടെ ഫിയാൻസി ആയിട്ടുള്ള ജോസഫിനെ മതി. അത് തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വന്നേ. അതല്ല നമുക്ക് ആർക്കും, ഒരുപക്ഷെ നമ്മിൽ പലർക്കും
തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നിരുന്നെങ്കിൽ ഈ വീട്ടിൽ ജനിക്കില്ലായിരുന്നു. ഈ മാതാപിതാക്കളെ വേണ്ടെന്ന് പണ്ടേ പറഞ്ഞേനെ. ചോയ്സ് ഇല്ല. ഇതൊക്കെ നേരത്തെ തിരഞ്ഞെടുത്തി. നേഷൻ, എത്നിസിറ്റി, പ്ലേസ് ഓഫ് ബർത്ത്, ഏത് സ്ഥലത്ത് ജനിക്കണം, ഏത് വംശത്തിൽ ജനിക്കണം, ഏത് നാഷണാലിറ്റിയിൽ ജനിക്കണം. അപ്പോസ്തലപ്രവൃത്തിയിൽ 17-ാം അധ്യായത്തിൻ്റെ 26-27 ഇതിനെല്ലാം വാക്യങ്ങളുണ്ട്. പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് വിടുകയാണ്. അതുപോലെ ഹിസ്റ്റോറിക്കൽ പീരിയഡ് ഇൻ വിച്ച് വി ലീവ്, ചരിത്രത്തിൽ, മനുഷ്യചരിത്രം ഇങ്ങനെ പോകില്ലേ, അതിൽ ഏത് സ്ലോട്ടിൽ നമ്മൾ വന്ന് ജീവിക്കണം. അപ്പോസ്തലപ്രവൃത്തിയിൽ 17-26 പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച് വച്ചിരിക്കുകയാണ്. നാച്ചുറൽ ഗിഫ്റ്റ്സ് ആൻഡ് എബിലിറ്റീസ്, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ചില പ്രത്യേക നൈസർഗികമായ ജന്മനായുള്ള ചില സിദ്ധികളുണ്ടല്ലേ, കഴിവുകളും സ്കിൽ സെറ്റ്സും ടാലൻസും ഗിഫ്റ്റിങ്സൊക്കെ ഉണ്ട്. ചിലർ പാട്ട് പാടും, ചിലർ പ്രസംഗിക്കും, ചിലർക്ക് ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും, ചിലർക്ക് ചില കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനായിരിക്കും, പെയിൻറ്റിങ് ആയിരിക്കാം, ആയിരിക്കാം, വടവ്. അതും നേരത്തെ തന്നെ തീരുമാനിച്ചു വച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 139-ൻ്റെ 13 മുതൽ 16 വരെ, പുറപ്പാട് ദിവസം 31-ൻ്റെ 1 മുതൽ 6 വരെ, അവിടെ എല്ലാം അത് കാണാം. അതുപോലെ ലൈഫ്സ് പർപ്പസ് ആൻഡ് ഗുഡ് വർക്ക്സ് പ്രിപ്പയർഡ് ബിഫോർ ഹാൻഡ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില ലൈഫ് മിഷനുണ്ട്. എന്നെക്കൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതും നിങ്ങളുടെ എൻ്റെയും. എഫെസ്യ ലേഖനം 2:10 എഴുതിയിട്ടുണ്ട്. അടുത്തൊരു കാര്യം നോക്കണം, ബൗണ്ടറീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ചില അതിരുകൾ, ചില അവസരങ്ങൾ, എവിടെ വരെ പോകാം, ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 26-27 കാണുന്നുണ്ട്. എല്ലാം എല്ലാവർക്കും ചെയ്യാൻ സാധ്യമല്ല. അതിനൊരു കുറേ അതിരുകളും കാലങ്ങളും ഇതെല്ലാം ഉണ്ട്. ക്ലിയർ ആണോ? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനൊക്കെ തലവിധി എന്നല്ല പറയേണ്ടത്. ഈ ദൈവത്തിൻ്റെ ചില നിയമനങ്ങളാണ്, ദൈവത്തിൻ്റെ ചില അസൈൻമെൻറ്റ്സാണ്, ദൈവത്തിൻ്റെ ചില നിയോഗങ്ങളാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോകുന്നത്. വാട്ട് ദ ബൈബിൾ ഡസ് നോട്ട് ക്ലിയർലി സേ ഈസ് പ്രീഡെസ്റ്റൈൻഡ്. നേരത്തെ ദൈവം മുൻ നിയമിച്ചിട്ടില്ല, തലയിൽ വരച്ചിട്ടില്ല, വിധിച്ചിട്ടില്ല എന്ന് പറയുന്ന, വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങൾ പറയാം. നമ്പർ 1, എവ്രി ഇൻഡിവിജ്വൽ ടു ഹെവൻ ഓർ ഹെൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഫെയ്ത്ത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചിലർ സ്വർഗത്തിലേക്ക്, ചിലർ നരകത്തിലേക്ക്. ബൈബിൾ വ്യക്തമായി പറയുന്നു, അങ്ങനെ ഒന്ന് ഇല്ല. ആർക്കും രക്ഷപ്പെടാം. ഒരു ഹല്ലേലൂയ പറ. ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഒരു കേക്ക് മേടിച്ച് അങ്ങ് മുറിച്ച് കഴിക്കണമെന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും രക്ഷപ്പെടാം. അപ്പോൾ ഞാൻ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സുവിശേഷ വേലയിൽ, പ്രാർത്ഥനയിൽ ഒക്കെ ഭയങ്കര ഇഫക്റ്റീവാകും. അടുത്തത്, എവ്രി ഹ്യൂമൻ ഡിസിഷൻ, നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും തലവരയല്ല, തലയിലെഴുത്തല്ല, വിധിയല്ല, അത് നമുക്ക് കർത്താവ് വിട്ടു തന്നിരിക്കുകയാണ്. കർത്താവ് പോലും അതിൽ കൈ കടത്തുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു ഉദാഹരണം പറയാം. ആദമിനോടും ഹവ്വയോടും പറഞ്ഞു, ഈ തോട്ടത്തിലുള്ള ഏത് ഫ്രൂട്ട് വേണേലും കഴിച്ചു, ഏത് ട്രീയിൽ നിന്ന് വേണേലും കഴിച്ചു, പക്ഷേ തോട്ടത്തിന് നടുവിലുള്ള ഒരെണ്ണം മാത്രം നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവരത് കഴിച്ചു. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ആ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് വന്ന് അവരുടെ കയ്യിൽ കയറി പിടിക്കുകയോ വായിൽ കയറി പിടിച്ച് പഴമെടുക്കുകയോ? നോ. അങ്ങനെയുള്ളൊരു മാനിപ്പുലേഷൻ, കൺട്രോൾ ഇവിടെയില്ല. അതാണ് ഈ ഫ്രീ വിൽ ആണ് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. പക്ഷെ അത് നമ്മൾ അബ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പിഴവ്. അടുത്തത്, എവ്രി സിൻഫുൾ ആക്ട്. ഈ ആഫ്രിക്കയിലൊക്കെ ചില ആളുകൾ, കള്ളന്മാരെ, കവർച്ച, പിടിച്ചു പറിക്കാരെ, ചെയിൻ പൊട്ടിക്കുന്നു, കാശ് മേടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ റേപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ളവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലീസ് വന്ന് അവരോട് ചോദിക്കും, എന്തുകൊണ്ട് നീ ചെയ്തു? ഉടനെ അവർ പറയും, ദ ഡെവിൾ മെയ്ഡ് മീ ഡു ദിസ്, ദ ഡെവിൾ മെയ്ഡ് മീ ഡു ദിസ്. ഞാൻ ഇന്നസെൻ്റാണ്, അതുകൊണ്ട് എന്നെ വെറുതെ വിടണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവമോ പിശാചോ ആരുമല്ല, നമ്മൾ തീരുമാനിക്കണം ചെയ്യണോ വേണ്ടേ. സിൻഫുൾ ആക്ടിൻ്റെ കാര്യത്തിൽ മുൻ നിയമനം ഇല്ല. അടുത്തത്, പീപ്പിൾസ് റിജക്ഷൻ ഓഫ് ക്രൈസ്റ്റ് വിത്തൗട്ട് ജെനുവിൻ റെസ്പോൺസിബിലിറ്റി. ആളുകൾ ക്രിസ്തുവിനെ തള്ളിക്കളയുന്നത്, അതായത് അത് അവരവർ റെസ്പോൺസിബിലിറ്റി എടുക്കാതെ, എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ രക്ഷ എന്നതിന് പകരം ദൈവം ചിലരെയൊക്കെ രക്ഷിക്കും, ചിലരൊക്കെ രക്ഷിക്കില്ല. നോ, ഇത് മുൻ നിയമിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സോവറിയൻ പർപ്പസ്
അതുപോലെ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. ഇത് രണ്ടും യാഥാർത്ഥ്യമാണ്. രക്ഷയുടെ കാര്യത്തിൽ ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ. നമ്മുടെ ചോയ്സാണ്, നമ്മൾ തിരഞ്ഞെടുക്കണം. ആ പ്രിൻസിപ്പിളിൻ്റെ പേരാണ് ഇൻക്ലൂഷൻ ഓഫ് ഓൾ ആൻഡ് എക്സ്ക്ലൂഷൻ ഓഫ് നൺ. എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു, ആരെയും ദൈവം ഒഴിവാക്കുന്നില്ല. ചോദ്യം, ഒരുപക്ഷെ നിങ്ങളുടെ പാരൻസ് രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. ആ കെയർ ഓഫിൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല അല്ലേ? ആ കെയർ ഓഫിൽ ഇവിടെ ക്രിസ്ത്യാനികളുടെ മക്കളെ ക്രിസ്ത്യാനിന്ന് വിളിക്കുമെങ്കിലും ഒരിക്കലും ദൈവസന്നിധിയിൽ അതാകണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന് മക്കളുണ്ട്, കൊച്ചുമക്കളില്ല. ഗോഡ് ഹാസ് നോ ഗ്രാൻഡ് ചിൽഡ്രൻ. കേട്ടിട്ടുണ്ടോ? അതായത് അവരവരുടെ രക്ഷയ്ക്ക് ഉത്തരവാദികളാണ്. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, ഇൻവിറ്റേഷൻ പോയിരിക്കുന്നു. നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ റെഡിയാണ്, എനിക്ക് ആ രക്ഷ വേണം. രക്ഷ മാത്രമല്ല, പലപ്പോഴും പലരും ജീവിക്കുന്നത് ക്രച്ചസുമായിട്ടാണ്. ഈ കക്ഷത്തിലിങ്ങനെ ക്രച്ചസ് വെച്ചിട്ടിങ്ങനെ നമ്മൾ നടക്കുകയാണ്. എന്ന് വെച്ചാൽ പലരുടെയും കെയർ ഓഫിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം. അപ്പോഴേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. തലവര പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. പ്രത്യേകിച്ച് ഈ രക്ഷ സൗജന്യമായി സൗജന്യമായി കിട്ടുമ്പോൾ, പാപപ്രവൃത്തികൾ ഉപേക്ഷിച്ച് യേശുവിലേക്ക് വന്ന് നമ്മൾ ഇന്ന് പോയില്ലെങ്കിൽ, എബ്രായ ലേഖനം 2 പറയുന്ന ഇത്ര വലിയ രക്ഷ, സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ, ഇത്ര വലിയ രക്ഷ അഗണ്യമാക്കിയാൽ നമ്മൾ എങ്ങനെ തെറ്റി ഒഴിയും? എത്ര വലിയ ശിക്ഷാവിധിയാണ് വരാൻ പോകുന്നത്. കൈകൾ നെഞ്ചിൽ വെച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, ഞാനങ്ങനെ വിശ്വസിക്കുന്നു, രക്ഷ എല്ലാവർക്കും സൗജന്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ, ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായും എൻ്റെ യജമാനായും കർത്താവ് ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ച് വചനമനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്ന് കേട്ട ഈ പോഡ്കാസ്റ്റിൽ നിന്നും ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. ശരിയായി ഉത്തരം അയച്ചാൽ നിങ്ങൾക്ക് ചില സമ്മാനങ്ങൾ കിട്ടും. കഴിഞ്ഞ ചില പോഡ്കാസ്റ്റുകൾ നമ്മളത് ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് കണ്ടവർ വളരെ നന്നായി, ഒരുപക്ഷെ പല പ്രാവശ്യം ഒക്കെ ചെക്ക് ചെയ്ത് കൃത്യമായ ഉത്തരം ദയവായി അയയ്ക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയയ്ക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചില സമ്മാനങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും.